ശ്രീമദ് ഭാഗവതം നമ്മുടെ ക്ലാസ് 71. നമ്മളെ സ്കന്ധം 4-ലെ 9-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. ഇത് ധ്രുവൻ്റെ ഭഗവത് ദർശനമാണ്. ധ്രുവൻ തപസ് ചെയ്യുകയാണല്ലോ. അപ്പം ധ്രുവനുണ്ടാകുന്ന ഭഗവത് ദർശനത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഒന്നിൽ പറയുന്നു മൈത്രേയൻ. അപ്പം ഇപ്രകാരം ഭയം അകന്ന ദേവന്മാർ. അപ്പം ദേവന്മാരെല്ലാം ഇവൻ്റെ തപസ്സിൽ എന്തല്ലോ ശ്വാസം മുട്ടലെല്ലാം അനുഭവപ്പെട്ടിട്ട് വിഷ്ണുവിനെ സമീപിച്ചു. അപ്പം വിഷ്ണു പറഞ്ഞു, ഒന്ന് പേടിക്കണ്ട, അത് എൻ്റെ ഭക്തൻ തപസ് ചെയ്യുന്നതാണ്, ഞാൻ ആരും ശരിയായിക്കോളാം എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചപ്പോൾ അവർക്ക് ഭയമെല്ലാം അകന്നിട്ട് ഭഗവാനെ നമസ്കരിച്ച ശേഷം അവരെല്ലാം സ്വർഗത്തിലേക്ക് പോയി. മഹാവിഷ്ണു ആകട്ടെ എന്ത് ചെയ്തു? ഗരുഡൻ്റെ പുറത്തേറിയിട്ട് മധുവനത്തിലേക്ക്, ഇവൻ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അവൻ്റെ മനസ്സിൽ 2-ൽ പറയുന്നു, ആ അവസരത്തിൽ തൻ്റെ മനസ്സിൽ ഉദിച്ച മിന്നൽ പ്രഭയോടെ സ്ഫുരിച്ചിരുന്ന ദേവനെ, അവൻ ആ ഭഗവാനെ ഒരു പ്രത്യേക രൂപത്തിൽ ധരിച്ചുകൊണ്ടാണല്ലോ തപസ് ചെയ്തത്. മനസ്സിലെ ഒരു രൂപം സങ്കല്പിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് അതിൽ നിന്നപ്പോൾ പെട്ടെന്ന് അത് പ്രകാശരൂപത്തിൽ തെളിഞ്ഞു വന്നു. പെട്ടെന്ന് അത് അപ്രത്യക്ഷമായി. ആര്? വിഷ്ണു ഇവിടെ വന്നപ്പോൾ. എന്നിട്ട് ഉള്ളിൽ നിന്നും അപ്രത്യക്ഷമായി. പക്ഷെ അതേസമയം തന്നെ പെട്ടെന്ന് അദ്ദേഹം എന്ത് കണ്ടു? മുന്നിൽ നിൽക്കുന്ന വിഷ്ണുവിനെ അതേ രൂപം മുന്നിൽ നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അപ്പം അവനെ 3-ൽ പറയുന്നു, അവന് കുറച്ച് സംഭ്രമമുണ്ടായി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? വടി പോലെ ഭൂമിയിൽ ആ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ദ്യരോടിയുടെ മുമ്പിൽ നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നുകൊണ്ട്, മുഖം നോക്കിയിട്ട് ചുംബിക്കുന്നവരെ, അങ്ങനെ നോക്കുമ്പോൾ ആ സ്നേഹം കൊണ്ട് ചുംബിക്കുന്നവരെയും തോന്നും, ഭുജങ്ങളാൽ ആലിംഗനം ചെയ്യുന്ന വണങ്ങുന്നതായിട്ട് അതുപോലെ വണങ്ങുകയും ചെയ്തു. അപ്പം എല്ലാവരിലും കുടികൊള്ളുന്നതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ ഭഗവാനെ തന്നെ കൈകൂപ്പിക്കൊണ്ട് നിന്നുകൊണ്ട് സ്തുതിക്കുവാനൊന്നും അവൻ അറിയില്ല. ചെറിയ കുട്ടിയാണല്ലോ. എല്ലാവരും സ്തുതിക്കുന്ന പോലെ അവൻ ഇതൊന്നും പഠിച്ചിട്ട് ഇതൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് സ്തുതിക്കുവാൻ അറിയില്ലെങ്കിലും സ്തുതി ചൊല്ലുവാൻ ആഗ്രഹിക്കുന്ന പോലെ നിന്നു. അതായത് സ്തുതിക്കുക എന്ന് പറഞ്ഞത് ഭഗവാന്റെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും ഗുണങ്ങളും പ്രത്യേകതകളും മനസ്സിലാക്കിയാലേ സ്തുതിക്കാൻ പറ്റും. അപ്പം ഭഗവത് സ്തുതി എന്ന് പറയുന്നത് ഭഗവാനെ പറ്റിയുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് പറയുന്നതിനാണ് ഭഗവത് സ്തുതി എന്ന് പറയുന്നത്. ഇപ്പം തീനെ നമ്മൾ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ ആ തീക്ക് ഇത്രയും ചൂടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇന്നെല്ലാം പാകം ചെയ്തെടുക്കാം, അത് നമുക്ക് വെളിച്ചം തരുന്ന ചൂട് തരുന്ന ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്തുന്ന, ഇങ്ങനെയെല്ലാം സ്തുതിക്കുക എന്ന് പറയുമ്പോൾ ആ വസ്തുവിൻ്റെ പ്രത്യേകതകൾ പറയുകയാണ്. അപ്പോൾ ഈ വിഷ്ണുവിനെ പറ്റി പറയേണ്ടെങ്കിൽ ഇവന് കുട്ടിയാണ്. പക്ഷേ സ്തുതിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിൽക്കുമ്പോൾ ആ ബാലൻ്റെ കവിളിൽ വേദാത്മകമായ ശംഖ് കൊണ്ട് സ്പർശിച്ചു. ശംഖ് അപ്പോൾ എന്താണ്? ശബ്ദം, ആദിമ ശബ്ദം. ശംഖിൽ നിന്നും വായു കടന്നിട്ട് കൂർപ്പിച്ചിട്ടാണ് ഒരു കൂർത്ത നിലയിലാണ് അത് എത്തിച്ചേർന്നത്. പുറത്തുള്ള വായു പിരികളായി ചുരിച്ച് കേന്ദ്രീകരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഘടനയാണ്. അപ്പം അത് വേദം, ആദിമ മന്ത്രമാണ് വേദം. വേദം എന്ന് പറയുന്നത് തന്നെ അക്ഷരബ്രഹ്മമാണ്, ശബ്ദമാണ്. അതുകൊണ്ടാണ് ശംഖിനെ വേദമായിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ട് കവളിൽ തൊട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ടായി? പ്രപഞ്ച രഹസ്യമെല്ലാം മനസ്സിലായി. വിഷ്ണുവിനെ പറ്റിയുള്ള നല്ല ജ്ഞാനമെല്ലാം കിട്ടി. അതുവരെ പഠിക്കാതെ കുട്ടിയാണല്ലോ. പഠിച്ചവരാണല്ലോ സ്തുതിക്കുക. ഇപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടി എന്ന് പറയുകയാണ്. അപ്പോൾ 5-ൽ പറയാണ്, ആ ബാലൻ അപ്പോൾ ദൈവിക വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ശങ്കർ തൊട്ടപ്പോൾ അവനെല്ലാം ദൈവത്തിൻ്റെ എല്ലാ ഗുണഗണങ്ങളും എല്ലാം അവൻ്റെ തലയിൽ കയറി.
പരമാത്മ തത്വം ഗ്രഹിച്ചവനായി മാറിക്കൊണ്ട് അപ്പോൾ അവന് ബുദ്ധിയെല്ലാം വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അവന് ബ്രഹ്മത്തെയെല്ലാം മനസ്സിലാക്കി പിന്നെ അവൻ ഉറച്ച മനസ്സോടെ ആ ബ്രഹ്മത്തെ അല്ലെങ്കിൽ ആ വിഷ്ണുവിനെ സ്തുതിച്ചു. എന്നിട്ട് ഇനി ധ്രുവൻ സ്തുതിക്കുകയാണ്, വിഷ്ണുവിനെ പറ്റി പറയുന്നതാണ്. ആറുടെ ധ്രുവൻ പറയുകയാണ്, എല്ലാവരെയും കർമ്മോന്മുഖമാക്കുന്ന നിന്ദുരുവാടി, നീയാണ് എല്ലാവരും കർമ്മത്തെ പ്രേരിപ്പിക്കുന്നത്. നമ്മിൽ ഉറങ്ങുമ്പോൾ ഞാനില്ല, ജോലി ചെയ്യേണ്ടപ്പോൾ ഞെട്ടി ഉണരും. എന്നിട്ട് നമ്മിൽ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കും, എന്നിലൊരാഗ്രഹം ഉണ്ടാക്കും. ആ ആഗ്രഹിക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടും, കർമ്മം ചെയ്യും. അപ്പം എല്ലാവരെയും കർമ്മോന്മുഖമാക്കുന്ന നിന്തിരുവടി എൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്തു? എൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങിക്കിടക്കുന്ന എന്നിലുള്ള വാക്ക്, ഇന്ദ്രിയം, പ്രാണങ്ങൾ എന്നിവയെ ഉത്തേജിപ്പിക്കുക. അങ്ങനെയുള്ള നിന്തിരുവടിക്ക് നമസ്കാരം. എന്നെയെല്ലാം ഉണർത്തിയിട്ട് എന്നെക്കൊണ്ടെല്ലാം ജയിക്കുന്ന അങ്ങ് തന്നെയാണ്. ആ അങ്ങേക്ക് നമസ്കാരം. ആജ്ഞാനല്ലോ അദ്ദേഹത്തിന് കിട്ടി. ആർക്ക്? ധ്രുവന് ഈ കുട്ടിക്ക് കിട്ടി. ഇനി 7 പറയാണ്, ഭഗവാൻ ഏകനാണെങ്കിലും അങ്ങ് നിർഗുണമായ അബ്രഹ്മമാണ്. അവൻ അങ്ങ് ഏകനാണ്. എങ്കിലും അനേക ഗുണങ്ങളോടുകൂടി മായയാൽ സർവചരാചരങ്ങളെയും സൃഷ്ടിക്കും. അങ്ങ് ഏകനാണെങ്കിലും മായയിലൂടെ പല ഗുണങ്ങളായിട്ട് തീർന്നിട്ട് പലതരം ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. അത് തന്നെയാണ് പൂച്ചയായാലും പട്ടിയായാലും. പട്ടിക്കൊരു ഗുണമുണ്ട്, പൂച്ചക്കൊരു ഗുണമുണ്ട്, മനുഷ്യരൊരു ഗുണമുണ്ട്, കല്ലിനൊരു ഗുണമുണ്ട്. ഇതെല്ലാം അങ്ങ് തന്നെ. അങ്ങ് ഏകനാണ്, പക്ഷെ അങ്ങ് തന്നെ ഇതെല്ലാമായിട്ട് മാറി എല്ലാം സൃഷ്ടിച്ചു. എന്നിട്ട് അതിൻ്റെ അന്തരാമിയായിരുന്നു കൊണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രിയാദികളെ ഉത്തേജിപ്പിക്കുന്നു. അപ്പം ഞാനായി മാറിയതും ആ ബ്രഹ്മമാണ്. എന്നിട്ട് എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം, എൻ്റെ ബുദ്ധിയെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്നത്, ഉത്തേജിപ്പിച്ച് വിറകിൽ അഗ്നി എന്ന പോലെ, വിറകിൽ അഗ്നി ഉള്ളതുപോലെ അനേകനെന്ന് തോന്നുമാറ് പ്രതിഭാസിക്കുന്നു. എന്നിട്ട് അങ്ങ് തോന്നുമ്പോൾ എല്ലാവർക്കും നോക്കുമ്പോൾ പലതായിട്ട് കാണുകയാണ്. പക്ഷെ എല്ലാം എന്ത് തന്നെയാണ്? ആ ബ്രഹ്മം തന്നെ ആണ്. അതാണ് സനാതനധർമ്മം. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക. ഹിന്ദു ആയാലും, മുസ്ലിം ആയാലും, ക്രിസ്ത്യാനി ആയാലും, അമേരിക്കക്കാരായാലും, ചൈനക്കാരായാലും, എല്ലാത്തിലും, പട്ടിയായാലും പൂച്ചയായാലും, ഏത് ജാതിയിലും മതത്തിലും എല്ലാം ബ്രഹ്മത്തെ ദർശിക്കുക. എല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മമാണ് ഇതെല്ലാമായി മാറി. ഇതാണ് സനാതനധർമ്മം. അതിനെ എല്ലാത്തിനെയും അനേകമെന്ന് തോന്നുന്ന തരത്തിൽ അത് പ്രതിഭാസിക്കുന്നു. ആ ശാശ്വതത്വമാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് സനാതനധർമ്മം. 8 പറയുകയാണ്, നിന്തിരുവടിയെ ശരണം പ്രാപിച്ച ബ്രഹ്മദേവൻ. ബ്രഹ്മദേവനെ സൃഷ്ടി നടത്താൻ ആദ്യം ബ്രഹ്മദേവൻ താമരയിൽ വന്നിട്ട് നോക്കുമ്പോൾ സൃഷ്ടി നടത്താനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? അങ്ങേരത്തെ ശരണം പ്രാപിച്ചപ്പോൾ ജ്ഞാനം കൊണ്ട് ഉറക്കം വിട്ടവനെ പോലെ എഴുന്നേറ്റിട്ട് ഉറങ്ങിയടിച്ചവനെ പോലെ ജ്ഞാനം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? ലോകത്തെ ദർശിച്ചു പോയി. ഈ സൃഷ്ടിക്കേണ്ട ലോകമെല്ലാം എങ്ങനെയാണെന്നുള്ള എല്ലാ ശാസ്ത്ര കാര്യങ്ങളും അങ്ങേർക്ക് പിടികിട്ടി. അതുപോലെ ശംഖു കൊണ്ട് ഇവൻ്റെ മുഖത്ത് തൊട്ടപ്പോഴും ഇവനും എല്ലാ ജ്ഞാനവും പിടികിട്ടി. എന്നിട്ട് മുക്തന്മാർക്ക് ശവരണം നൽകുന്നു. അങ്ങനെ ജനിച്ച ആരെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ ഈ ബ്രഹ്മജ്ഞാനം ലഭിക്കുവാൻ ശരണം പ്രാപിക്കേണ്ടതും അങ്ങേ തന്നെ. അങ്ങനെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ സത്യമെല്ലാം മനസ്സിലാകുകയുള്ളൂ. അങ്ങനെയുള്ള അങ്ങയെ ആർക്കാണ് വിസ്മരിക്കാൻ പറ്റുക എന്ന് പറയുകയാണ്. എന്നിട്ട് 9 പറയാണ്, യാതൊരുവൻ ജന്മമുക്തിക്ക് ശരണം പ്രാപിക്കുന്ന അങ്ങയെ ആർക്കെങ്കിലും ഈ ജീവിതത്തിൽ നിന്ന് മുക്തി ലഭിച്ച് ബ്രഹ്മത്തെ, ഈ ജ്ഞാനം നേടാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനാണ് ജീവൻ മുക്തനായിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് നീങ്ങുന്നത്. അങ്ങനെയുള്ളവർക്ക് അവർക്കെന്താണ്? മുക്തിയാണ് ലഭിക്കുക. എന്നാൽ മറ്റൊരാൾ വല്ല ആവശ്യത്തിനും വേണ്ടി ഭജിക്കുന്നുവോ, എന്നാൽ വേറെ വല്ലവരും ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, ആ കൂട്ടത്തിൽ പെടുന്നതാരാണ്? ഈ ധ്രുവനാണ്. ധ്രുവൻ എന്ത് വേണം? അപമാനം സഹിക്കാൻ വേണ്ടിയിട്ട്, ഒരു നല്ല സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ബ്രഹ്മസാക്ഷാത്കാരത്തിനുമല്ല. അപ്പം മറ്റൊരു അന്യന്മാരാരെങ്കിലും എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി അങ്ങേ ഭജിക്കുന്നുവോ,
അവനെന്ത് പറ്റും? മായയാൽ അകപ്പെടും. നിന്തിരുവടിയുടെ മായയാൽ അകപ്പെട്ട് ബുദ്ധിയാൽ വഞ്ചിക്കപ്പെട്ട് ബുദ്ധിയിൽ വഞ്ചിക്കപ്പെടും. പിന്നെ എല്ലാം ഞാൻ എനിക്ക് വേണ്ടി എൻ്റേത് എന്ന ഒരു തോന്നലോടുകൂടി എന്തെല്ലാം കാട്ടിക്കും. അപ്പോഴെന്തെങ്കിലും കാര്യം സാധിച്ചിട്ടില്ലെങ്കിൽ ദുഃഖം ഉണ്ടാകും. നേരെ മറിച്ച് ഇതെല്ലാം ഇങ്ങനെയാണ് പോവുക എന്നറിയാൻ ഒരു നാടകത്തിൽ നമ്മൾ അഭിനയിക്കുന്നത് നമുക്ക് ദുഃഖമില്ല. കാരണം അത് നാടകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതുപോലെയാണ് ഞാൻ അഭിനയിക്കുന്നത്. അതുപോലെ ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് നമുക്കെന്തെങ്കിലും സാധിച്ചില്ലെങ്കിൽ നമ്മൾ ദുഃഖിച്ചിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മായാൽ അകപ്പെട്ട ബുദ്ധിയാൽ വഞ്ചിതരാകുന്നു. അവർ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആ ശക്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കാതെ നമ്മളാണ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ദുഃഖമെല്ലാം സഹിച്ചുകൊണ്ട് നടക്കുകയാണ്. അവർ കൽപ്പവൃക്ഷത്തെ ആഗ്രഹിക്കുകയും ശവപ്രായമായ ശരീരസുഖത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവരെന്താണ് ചെയ്യുന്നത്? ശരീരസുഖത്തിന് വേണ്ടിയിട്ട് കൽപ്പവൃക്ഷം വേണം, എല്ലാം വേണം എന്നുള്ള നിലയിൽ കൽപ്പവൃക്ഷം എല്ലാം തരുന്ന വൃക്ഷം, അതുപോലെ എല്ലാം കിട്ടണം, എല്ലാ സുഖവും കിട്ടണമെന്ന് ധരിച്ചിട്ട് ഈ ശവപ്രായമായ വെറും ശവം, ശരീരം എന്ന് പറയുന്നത് ഒരു ശവമാണ്, പഴംതുണിക്ക് സമാനമാണ്. ആത്മാവാണ് വലുത്. പക്ഷെ നമ്മൾ ഈ ശരീരമാണ് ഞാനെന്ന ചിന്തയിൽ ശവപ്രായമായ ശരീരസുഖത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇത്തരം സുഖം എവിടെയും കിട്ടും? നരകത്തിലും കിട്ടും. ഇത്തരം ശരീരത്തിന് ലഭിക്കുന്ന സുഖം, ശരീരമാണ് ജീവൻ എന്ന് ചിന്തിക്കുന്നവർക്ക് ശരീരം എവിടെയല്ലോ നരകത്തിലാണല്ലോ ശരീരം പോവുക. ആത്മാവാണ് സ്വർഗത്തിൽ പോകുന്നത്. നമ്മൾ ഈ ശരീരം ഞാനാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ശരീരം മണ്ണ് തീയിലേക്ക് പോവും, തീയിലിട്ട് നമ്മളെ പൊരിക്കും. അപ്പോൾ ആ സുഖമെല്ലാം അവിടെ കിട്ടുന്നുണ്ട്. ആത്മാവാണ് ഞാനെന്ന് തിരിക്കുന്നവൻ ഈ ശരീരം കൊണ്ട് നിങ്ങൾ കത്തിക്കുകയോ വെള്ളത്തിലിട്ടോ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല. കാരണം അത് ചവറാണ്. അല്ലെ, ഈ ശരീരമാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നവർക്ക് മരിച്ചു കഴിയുമ്പോൾ തീയിലിട്ടാണ് പൊരിക്കുന്നത്. അപ്പോൾ ആ തീയിൽ കിടന്നിട്ട് എണ്ണ കയറി ഒരുക്കും, മറ്റേ ചിരട്ടയിട്ട് കത്തിക്കുക, എന്തെല്ലാം മാവെല്ലാം ഇട്ടിട്ട് ചിലപ്പം ചകരി ഇട്ട് പുകയ്ക്കുകയാണ് ചെയ്യുക. ചിലവർ കുഴിച്ചിട്ടിട്ട് പെട്ടിയില്ലാത്തിട്ട് അവിടെ കിടന്ന് എന്തെല്ലാം തിന്നത്. പക്ഷെ ആ സുഖമല്ലേ ഇവിടെ കിട്ടുന്നുണ്ട്? നരകത്തിൽ അവർക്ക് കിട്ടുന്നുണ്ട്. തീച്ചുള്ളയിൽ ആ സുഖമല്ലേ? ആ തീ കൊള്ളുന്ന ഒരു സുഖമാണ്. സുഖവും ദുഃഖവും കൂടിയതാണല്ലോ. ഇനി 10. എന്നാൽ ശരീരാദികൾക്ക് പരമാനന്ദം നിന്തിരുവരിയുടെ പാതാരബിന്ദത്തിലൂടെ ലഭിക്കുന്നു. എന്നാൽ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവരെ ആ ബ്രഹ്മത്തെ, ആ ഈശ്വരൻ്റെ, ആ വിഷ്ണുവിൻ്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ കർമ്മവും ചെയ്യുകയാണെങ്കിൽ ആ ശരീരത്തിനൊരു സുഖം കിട്ടുന്നുണ്ട്. നമുക്ക് വേണ്ടിയല്ല എല്ലാം അത് സൃഷ്ടിച്ച എന്നെ കൊണ്ട് ഓരോ ജോലി ചെയ്യിപ്പിക്കാനാണ്. അതുകൊണ്ട് ഞാനത് ചെയ്തു കൊടുക്കുന്നു. കിട്ടിയാലും കിട്ടിയില്ലേ, എന്ത് ഫലം കിട്ടിയാലും വേണ്ടിയില്ല, നല്ല സന്തോഷത്തോടെ. കാരണം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് സുഖം കിട്ടിയില്ലെന്നൊന്നും കാര്യമില്ല. അത് ചെയ്തു കൊടുക്കുകയാണ് എൻ്റെ ജോലി. നാടകത്തിൽ പിച്ചക്കാരനായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്താ വിഷമമില്ല. അതുപോലെ എല്ലാം അതിനു വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന പോലെ ചെയ്യുന്നവർക്ക് പരമാനന്ദം കിട്ടും. അല്ലെങ്കിൽ അന്യഭക്തന്മാരുടെ മുഖത്ത് നിന്ന് വരുന്ന ഈ കഥകളെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കും അത്തരം ഒരു സുഖം കിട്ടുന്നുണ്ട്. നമുക്ക് ഈ കഥകളിൽ ഈ ജ്ഞാനം നേടുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട്. പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ തലകുത്തി വർക്ക് ചെയ്യുന്ന എന്തിനാണ്? ഈ പ്രപഞ്ച രഹസ്യം അത് മനസ്സിലാക്കുമ്പോൾ ഒരു വലിയ സുഖം കിട്ടുന്നുണ്ട് ശരീരം. അങ്ങനത്തെ ആനന്ദം കഥകളിലെല്ലാം എന്താ ഉള്ളത്? പ്രപഞ്ച രഹസ്യമാണ്. കഥകളിലൂടെ ആനന്ദം ലഭിക്കുന്നു. അത് ആത്മാനന്ദ സ്വരൂപമായ ബ്രഹ്മസ്വരൂപത്തിലൂടെ സംഭവ്യമല്ല. എന്നാൽ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവർക്ക് ഇതൊന്നും കിട്ടില്ല. ബ്രഹ്മസാക്ഷാത്കാരം കേട്ടിട്ടില്ല, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുഖവും കിട്ടാൻ പോകുന്നു. അവർക്ക് ശരീരം കളഞ്ഞുകൊണ്ട് പോകുന്നതാണ്. അവർ ശരീരം ത്യജിച്ചു പോകുന്നവരാണ്. എന്നാൽ ധ്രുവനതല്ല, ശരീരത്തെ എല്ലാം അതിനു വേണ്ടി ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണെന്നാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടുന്നുണ്ട്. ഒരു നാടകത്തിൽ നമ്മൾ ഭംഗിയായിട്ട് കുഷ്ഠരോഗിയുടെ ഭാഗം അഭിനയിച്ചാലും നമുക്കൊരു സുഖം കിട്ടുന്നുണ്ട്. ആ സുഖം അതാർക്ക് കിട്ടില്ല, ബ്രഹ്മസാക്ഷാത്കാരത്തിലൂടെ കിട്ടില്ല. അപ്പോൾ താഴേക്ക് പതിക്കുന്നവരുടെ അവസ്ഥ
പറയേണ്ടതുണ്ട്. എന്നാൽ എനിക്ക് വേണ്ടി അല്ല, എല്ലാം അതിനു വേണ്ടി എന്നതിന് പകരം താഴേക്ക് പോയിട്ട് എല്ലാം എനിക്ക് വേണ്ടി, എൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടി ഞാനാണെല്ലാം ചെയ്യുന്നത് എന്നുള്ള ചിന്തയോടുകൂടി കർമ്മം ചെയ്യുന്നവർക്ക് അവരുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് 11 പറയുന്നു, നിരന്തരമായ ഭക്തിയും നിർമ്മലാന്തകരണത്തോടു കൂടിയതുമായ, അതായത് ശരിയായ ഭക്തിയും അന്തകരണം വളരെ ശുദ്ധമായിട്ട് ഈ തരത്തിൽ ഭക്തജനങ്ങളുടെ മുഖത്തിൽ നിന്ന്, അങ്ങനെയുള്ള ഭക്തജനങ്ങളുടെ മുഖത്തിൽ നിന്നുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള സംസർഗം കൊണ്ട്, സംസർഗം എനിക്കുണ്ടാകണമെന്ന് പറയാം. അതായത് എനിക്ക് ഇത്തരത്തിൽ എല്ലാം ബ്രഹ്മമാണ്, എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കണം, ആ നിലയിലുള്ള ജ്ഞാനം ഉള്ള ആൾക്കാരുമായിട്ടുള്ള സംസർഗം എനിക്ക് ലഭിക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് അങ്ങയുടെ അതിലൂടെ എനിക്ക് അങ്ങയുടെ കഥാശ്രവണം, അദ്ദേഹത്തെ പറ്റി, ഈ ബ്രഹ്മത്തെ, നിർഗുണമായ ബ്രഹ്മത്തെ പറ്റിയുള്ള എല്ലാ ജ്ഞാനവും എനിക്ക് ലഭിക്കണം. അങ്ങനെ ഞാൻ ഈ സംസാര സാഗരത്തെ ഞാൻ അനായാസേന മറികടന്നു പോകാം. അതിനുള്ള വേദി ഒരുക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സംസാര സാഗരത്തെ മറികടന്നു പോകാം. ഇല്ലെങ്കിൽ എനിക്ക് കഷ്ടപ്പാടും ദുഃഖവും ആയിരിക്കും. എന്നിട്ട് 12 പറയുകയാണ്, അങ്ങനെ നിസ്വാർത്ഥമായ ജനങ്ങൾ ബ്രഹ്മത്തെ മാത്രം മനസ്സിൽ, ആ ബ്രഹ്മത്തെ അതേ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് അതിനെപ്പറ്റി, ആ ബ്രഹ്മത്തിൻ്റെ മഹത്വങ്ങൾ, അല്ലെങ്കിൽ ആ വിഷ്ണുവിൻ്റെ മഹത്വങ്ങൾ പാടി നടക്കുന്ന ആൾക്കാരുടെ നല്ല മനസ്സോടുകൂടിയ സത്തുക്കളിൽ സംസർഗം പുലർത്തുന്നവർ, അങ്ങനെയുള്ള ജനങ്ങളുമായി കൂട്ടുകൂടുന്നവർ എന്തു പറ്റും? തൻ്റെ നശ്വര ശരീരത്തെ, മക്കൾ, ബന്ധുക്കൾ, ഭാര്യ എന്നിവരെ തീരെ സ്മരിക്കില്ല. അങ്ങനെയുള്ളവരോട് സംസർഗം ചെയ്യുമ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ പിന്നെ നമുക്കെന്തില്ല, ഭാര്യനെ പറ്റി ചിന്തയില്ല, മക്കളെ പറ്റി ചിന്തയില്ല, വീടിനെ പറ്റി ചിന്തയില്ല, എല്ലാം നശിക്കും. അപ്പം ഈ സത്സംഗം എന്ന് പറയുന്ന ഇതാണ് ഗുരു പഠിപ്പിക്കേണ്ടത്. ഈ ഭാര്യയും മക്കളും എല്ലാം വെറും മായയാണ്. അതുകൊണ്ട് അതിനെല്ലാം വിട്ടിട്ട്, ബന്ധങ്ങളൊന്നും വേണ്ട, ഈ പ്രപഞ്ചത്തിൽ ഒരു സാധനവും വേണ്ട, എല്ലാം വിട്ടിട്ട് ഉടുതുണി അടക്കം കളഞ്ഞിട്ട് ഈ ബ്രഹ്മമേ ശരണം എന്ന് പറയുന്ന തരത്തിൽ പോകുന്നവരായി മാറും. അവർ പിന്നെ ഭാര്യ മക്കളെയും പറ്റി ഒന്നും ചിന്ത ഉണ്ടാകില്ല. അതാണ് സത്സംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 13 പറയുകയാണ്, മൃഗം, പക്ഷി, വൃക്ഷം, ദേവൻ, അസുരൻ, മനുഷ്യൻ തുടങ്ങിയ ഈ ജീവജാലങ്ങളെല്ലാം പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വ്യത്യസ്തമായി കാണുന്ന ആ ജീവജാലങ്ങൾ അഭിവ്യക്തമായതും അവയെ ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത്. സ്ഥൂല സൂക്ഷ്മ വിഭാഗത്തോടുകൂടിയ തത്വങ്ങളും മഹത്തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥൂലമായതും സൂക്ഷ്മമായിട്ടുള്ള പല വസ്തുക്കളായിട്ട് ഇവിടെ പ്രപഞ്ചത്തിൽ ഉണ്ടായല്ലോ. അതിനെല്ലാം അനേക കാരണങ്ങളോട് കൂടിയതും, അതെല്ലാം ഉണ്ടാകുന്നതിന് ഓരോ കാരണങ്ങളുണ്ട്. മൃഗങ്ങളെ ഉണ്ടാക്കിയതിന് ഒരു കാരണമുണ്ട്, മനുഷ്യരുണ്ടാക്കിയ ഓരോ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. മൃഗങ്ങളെ ഉണ്ടാക്കിയത് പാല് തരാൻ വേണ്ടിയിട്ടുള്ളതിനെയാണെങ്കിൽ നമുക്ക് പാല് തരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എങ്കിലേ നമ്മളെ അധ്വാനിക്കുള്ളൂ. അതിലൂടെയാണ് ലോകപുരോഗതി ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള അങ്ങയുടെ സ്ഥൂല രൂപത്തെ, സ്ഥൂലമായ വിശ്വരൂപത്തെ മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. അതായത് ധ്രുവൻ ഭൗതിക ലോകത്തിൽ, ഈ ലോകത്തിൽ കാണുന്ന ഈ രൂപത്തെ മാത്രമേ ധ്രുവൻ കാണുന്നുള്ളൂ. അല്ലാതെ മറ്റേ ബ്രഹ്മതത്വം സൂക്ഷ്മമായ ഇതെല്ലാം മിഥ്യയാണ്, ഇതിൻ്റെ എല്ലാം പിന്നിൽ കളിക്കുന്ന ആ ശക്തിയെ, നിർഗുണമായ രൂപവും ഭാവവും ഒന്നും ഇല്ലാതെ ആ ശക്തിയെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഇവൻ തപസ് ചെയ്തതിന് വേണ്ടിയിട്ടാണ്, സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഈ അന്നൊരു ദുഃഖം ഉണ്ടായപ്പോൾ അതിനെ മറികടന്ന് ഉന്നത സ്ഥാനത്തിൽ എത്താൻ വേണ്ടിയിട്ട്, ഭൗതിക ലോകത്തിൽ ഉന്നത സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ രൂപമേ ഞാൻ കാണുന്നുള്ളൂ. അതിനതീതമായ ഈശ്വരൻ, അതിനെല്ലാം പുറമെയുള്ള ആ ഈശ്വരൻ, ആ രൂപത്തെ, ആ വിശ്വരൂപത്തെ
ആ രൂപത്തെ വിശ്വത്തിനപ്പുറമുള്ള ആ രൂപത്തെ യാതൊരുവന്റെ വാക്കുകളാൽ വർണ്ണിക്കുവാൻ കഴിയുന്നില്ലയോ? ആർക്കും അതിനെ വിവരിച്ചു കൊടുക്കാൻ പറ്റില്ല. രൂപവും ഭാവവും ഇല്ലാതെ അതിനെ എങ്ങനെയാണ്, ഒരു രൂപവുമില്ല ഭാവമില്ലാതെ അതിനെ എങ്ങനെയാണ് വർണ്ണിച്ചു കൊടുക്കുക? വാക്കുകളെ കൊണ്ടൊന്നും വർണ്ണിച്ചു കൊടുക്കുവാൻ പറ്റില്ല. അതിനെ ഞാൻ അറിയുന്നില്ല, അതിനെ എനിക്കറിയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അതിന് വേണ്ടിയല്ല ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് അമ്മ അച്ഛൻ്റെ രണ്ടാം ഭാര്യയിലൂടെ ഉണ്ടായ ആ അപമാനം എല്ലാം കേട്ടിട്ട് അതിൻ്റെ ദേഷ്യം കൊണ്ട് തപസ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ പോകുന്നവർക്ക് ആഗ്രഹം മൂത്തിട്ട് പോയതാണ്. എന്തെല്ലോ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട്. പക്ഷെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നതിനെ എല്ലാം വിരക്തി വന്നിട്ട് ആഗ്രഹം നശിച്ചിട്ട് പോകേണ്ടതാണ്. ഇതല്ല. അപ്പൊ ഞാൻ എന്താണ് കാണുന്നത്? ഈ വിശ്വത്തെ എല്ലാം തന്നെയാണ് കാണുന്നത്. മറ്റേ ഈശ്വരനെ, നിന്റെ മറ്റേ രൂപത്തെ എനിക്ക് കാണാൻ പറ്റില്ല. എൻ്റെ 14 പറയാണ്, കൽപ്പാത്ത കാലത്തിൽ എന്താണ് സംഭവിക്കുക എന്നല്ല എനിക്ക് മനസ്സിലായി. കാരണം അത് ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്നത് എന്ത് പറ്റും? ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉദരത്തിൽ ഗ്രഹിച്ചുകൊണ്ട് അതെല്ലാം തിരിച്ച് അങ്ങയുടെ ഉദരത്തിലേക്ക് പോകും, ഈ വിഷ്ണുവിൻ്റെ. എന്നിട്ട് വിഷ്ണു എന്ത് ചെയ്യും? യോഗനിദ്രയിൽ ഉൾക്കൊള്ളുന്ന ആ പുരുഷന്റെ നാഭിയിൽ നിന്നും ഉയർന്ന എൻ്റെ അനന്തൻ്റെ പുറത്ത് ശയിക്കുമ്പോൾ, യോഗനിദ്ര കൊള്ളുമ്പോൾ, അതിൻ്റെ താമരയിൽ നിന്നും പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് പുറത്തു വന്ന ബ്രഹ്മാവ് അങ്ങയുടെ നാഭിയിൽ നിന്നാണ് പിന്നെ ബ്രഹ്മാവ് പുതിയ സൃഷ്ടിക്കുള്ള ബ്രഹ്മാവ് പുറത്തേക്ക് വന്നത്. ആ നിന്തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു. ഈ കാര്യങ്ങളാണ് ഇങ്ങനെ ഉണ്ടായി ഇല്ലാതെയെല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ആ ശക്തിയെ ഞാൻ നമസ്കരിക്കുന്നു. അവ ഭൗതിക ലോകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. താമരയിലുണ്ടായി, ഭൂമിയുണ്ടായി, ഇതെല്ലാം പറയുന്നത് മോഡേൺ സയൻസിൻ്റെ ബന്ധപ്പെട്ടതാണ്. അല്ലാതെ അരൂപിയായ ആ ശക്തിയെ ഞാൻ അറിയുന്നു. ഇതല്ലേ എനിക്കറിയാം. ഇനി അതേസമയം 15 എന്ത് പറയുന്നു? നിന്തിരുവടി എങ്ങനെയാണ്? മുക്തനാണ്, ഇതിൽ നിന്നെല്ലാം മുക്തനാണ്. ഈ പ്രപഞ്ച കാര്യത്തിലൊന്നും അങ്ങ് തലയിടുന്നില്ല, അതിൽ നിന്നെല്ലാം മുക്തനാണ്, പരിശുദ്ധനാണ്, ശുദ്ധനാണ്. അങ്ങനെ ഒരു പക്ഷവും അങ്ങേർക്ക് ഇല്ല. സർവജ്ഞനാണ്, എല്ലാ ജ്ഞാനവും അങ്ങേർക്കറിയാം. ചൈതന്യമയനാണ്, നിർവികാരനാണ്. അങ്ങേർക്കൊരു വികാരമൊന്നുമില്ല. ഈ പ്രപഞ്ചമായി മാറുന്നുണ്ടെങ്കിൽ അങ്ങേർക്ക് വികാരമൊന്നും ഇല്ല. ആദിപുരുഷനാണ്, ആദിയിൽ ഉണ്ടായത്, അങ്ങിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. ത്രിഗുണങ്ങളുടെ അധിപനാണ്. ത്രിഗുണങ്ങളുടെയാണ് ഈ ലോകമെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാം അധിപനാണ്. അങ്ങനെയുള്ള അങ്ങാണെങ്കിലും അങ്ങയുടെ ബുദ്ധിയുടെ അതാത് കാലത്തെ അവസ്ഥയെ, പക്ഷെ അങ്ങേ എന്തും ചെയ്യുന്നുണ്ട്? ഓരോ കാലത്തിലെ അവസ്ഥയെ അതാത് കാലത്തെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വിദ്യയുടെ വീക്ഷണകോണിൽ കൂടി ദർശിക്കുന്നുണ്ട്. ഓരോ കാലത്ത് നടക്കുന്ന സംഭവങ്ങളെ അദ്ദേഹം ആ ശക്തി നിരീക്ഷിക്കുന്നുണ്ട്. അതേത് കാലത്തെ. ഇപ്പം ഗോത്രകാലഘട്ടത്തിൽ നിരീക്ഷിക്കുന്ന മാതിരിയായിരിക്കില്ല, കൃതയുഗത്തിൽ ചെയ്യുന്ന മാതിരിയായിരിക്കില്ല ദ്വാപരയുഗത്തിൽ വീക്ഷിക്കുന്നത്, ദ്വാപരയുഗത്തിൽ മാതിരിയായിരിക്കില്ല കലിയുഗത്തിൽ വീക്ഷിക്കുന്നത്. ഓരോ കാലത്തിലും ഓരോ അതാത് കാലത്തിനനുസരിച്ച ബുദ്ധിയോടുകൂടി അങ്ങ് വീക്ഷിക്കുന്ന എല്ലാം ദർശിച്ചുകൊണ്ടിരിക്കുന്ന നിന്തിരുവടി ജീവവിലക്ഷണനായിട്ട് തന്നെ ലോകപാലകനായി വിഷ്ണു രൂപത്തിൽ വർത്തിക്കുന്നു. അങ്ങ് എന്ത് ചെയ്യും കൂടി ചെയ്യുന്നുണ്ട്? ഇതെല്ലാം കണ്ടിട്ട് ലോകത്തെ പരിപാലിച്ചുകൊണ്ട് വിഷ്ണു രൂപത്തെ, അങ്ങനെയുള്ള രൂപത്തിനെയാണ് വിഷ്ണു രൂപം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ബ്രഹ്മം നിർഗുണമാണ്. പക്ഷേ ഈ ലോകത്തെ പരിപാലിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ അവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി എന്ന നിലയിൽ അങ്ങ് വിഷ്ണു രൂപത്തിലാണ് കഥയിൽ വർത്തിക്കുന്നത്. അപ്പം കഥയിൽ വിഷ്ണുവായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഇതിനെല്ലാം പരിപാലിക്കുന്നതാണ്. പക്ഷേ യഥാർത്ഥ രൂപത്തിൽ ഇങ്ങനെയൊന്നും താല്പര്യമില്ല, നിർഗുണമായ അവസ്ഥയാണ്. അത് ബ്രഹ്മം എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെ രണ്ടവസ്ഥയിൽ നിൽക്കുമ്പോൾ, നിർഗുണമായ ബ്രഹ്മത്തിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോഴും വിഷ്ണു രൂപത്തിലേക്ക് പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും എന്ത് പറ്റുന്നുണ്ട്?
അന്യോന്യ വ്യത്യസ്ത സ്വഭാവമുള്ള പരസ്പരം വ്യത്യസ്ത സ്വഭാവമാണ്. ഒന്നെന്ന് പറയുന്നത് വിദ്യ അവിദ്യ. വിദ്യ അവിദ്യ എന്ന നിലയിൽ വിദ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മവുമായിട്ട് ബന്ധപ്പെട്ട ആ സയൻസ്, അവിദ്യ എന്ന് പറയുന്നത് മോഡേൺ സയൻസ്. മൂലാവി സർഗവിസർഗ ശക്തികളും അനുക്രമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ടായി ഇല്ലാതാവുകയും ചെയ്യുന്ന ഈ ഒരവസ്ഥ അങ്ങനെ ക്രമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വോൽപത്തി കാരണമായി ആ വിശ്വത്തിൻ്റെ ഇങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നതിൻ്റെ കാരണവും അങ്ങ് തന്നെയാണ്. ആദി തത്വമാണ്. അതിനുള്ള തത്വങ്ങൾ സയൻസും എല്ലാം അതിൽ നിന്ന് തന്നെയാണ് വന്നത്. അതെല്ലാം അങ്ങിൽ നിന്ന് തന്നെയാണ് വന്നത്. അത് അങ്ങ് തന്നെയാണ്, ആനന്ദകരവുമാണ്. അതേസമയം അങ്ങ് വികാരമില്ലാത്തവനുമായി നിലകൊള്ളുന്ന ബ്രഹ്മസ്വരൂപത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അതേസമയം അങ്ങ് എങ്ങനെയായിട്ട് നിൽക്കുന്നുണ്ട്? അതിൻ്റെ പിന്നിൽ ഇതിലൊന്നും താല്പര്യമില്ലാതെ ഒരു വികാരവുമില്ലാതെ നിർഗുണമായി അങ്ങ് നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ബ്രഹ്മസ്വരൂപമാണ്. ആ ബ്രഹ്മസ്വരൂപത്തെയും അപ്പം വിഷ്ണുസ്വരൂപത്തെയും ബ്രഹ്മസ്വരൂപത്തെയും ഞാൻ നമസ്കരിക്കുന്നു. എൻ്റെ 17 പറയുന്നു, ആവിധം നിഷ്കളങ്കമായി ഭവിക്കുന്നവന് നിന്തിരുവരുടെ തൃപ്പാദ കമലം തന്നെ മറ്റുള്ള അഭിഷ്ടഫലങ്ങളെക്കാൾ മഹത്തരം. അപ്പം അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ ആ ബ്രഹ്മം മാത്രം മതി, നിർഗുണമായ ആ ബ്രഹ്മത്തിൽ മാത്രം ചിന്ത അർപ്പിച്ച് നീങ്ങുന്നവന് മറ്റുള്ള ഫലങ്ങളെക്കാളും ശ്രേഷ്ഠം അത് തന്നെയാണ്. അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവർക്ക് ഇതെല്ലാം ചീള് കേസാണ്, ഇതിലൊന്നും താല്പര്യമില്ല. അവർ ആ ബ്രഹ്മത്തെ ശരണം കഴിച്ച് പോകും. അത് സന്യസിച്ച് ഈ ലോകകാര്യങ്ങൾ വിട്ടിട്ട് പോകും. എങ്കിലും ലോകപാലന വ്യഗ്രത മൂലമുള്ള നിന്ദുവിലൂടെ അതേസമയം അങ്ങേർക്ക് വിഷ്ണു എന്ന ലോകത്തിൽ ലോകത്തെല്ലാം ഉണ്ടാക്കിയിട്ട് പരിപാലിക്കേണ്ട ഒരു താല്പര്യമുണ്ട്, ഒരു വ്യഗ്രതയുണ്ട്. ആ വ്യഗ്രതയിലുള്ള നിന്ദരുപടി സകാമഭജനം ചെയ്യുന്നവരെ കാമത്തിനെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട് അങ്ങയെ ആശ്രയിക്കുമ്പോൾ അങ്ങ് എന്ത് ചെയ്യുന്നുണ്ട്? പശുക്കിടാവിനെ എന്ന പോലെ പരിപാലിക്കുന്നുണ്ട്. അപ്പം നിർഗുണമായിട്ട് നിൽക്കുന്ന ആ ശക്തിയെ ആരാധിക്കുന്നവരെ ആ വഴിക്ക് പരിപാലിക്കുന്നു, അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. എല്ലാം ഈ കാമത്തിനെല്ലാം അടിമപ്പെട്ട് ഈ ഭൗതിക ലോകത്തിൽ കറങ്ങി അടച്ച് വലതും ആഗ്രഹിച്ച് നടക്കുന്നവരെ പശുക്കുട്ടീനെ പരിപാലിക്കുന്ന പോലെ വിഷ്ണു രൂപത്തിൽ അങ്ങ് പരിപാലിക്കുന്നുണ്ട്. അപ്പം 2 ലോകമുണ്ട്, ആത്മീയവും ഭൗതികവും. ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്നവരെ ഭൗതികത്തിൽ ജീവിച്ചു കൊടുക്കുക. അല്ലാതെ അതിനിടയ്ക്ക് പകുതിക്കാലം ഞാൻ ആത്മീയവാദിയാണെന്ന് പറഞ്ഞിട്ട് ഇതേമാതിരി ഇവിടെയുള്ള സുഖവും ഭോജനവും കഴിക്കുന്നതിന് വ്യത്യാസം വരും. ചിക്കൻ കഴിക്കില്ല എന്നേ ഉള്ളൂ, പക്ഷെ മറ്റുള്ള എല്ലാം വെട്ടി വെളുക്കും. കഴിക്കുന്ന പോകുമ്പോൾ ചിലവർ പച്ചക്കറി കഴിക്കും, ചിലവർ അതിപ്പം ബ്രിട്ടീഷുകാരടക്കം ചോദിച്ചു കഴിഞ്ഞാൽ ചിലവരൊക്കെ ഇറച്ചി തന്നെ വേണം, ചിലവർ വരെ എനിക്കിതൊന്നും ഇഷ്ടമല്ല, എനിക്ക് പച്ചക്കറി മതി എന്ന് പറയും. അത് പിന്നെ അതുമായിട്ട് ഒരു ബന്ധമൊന്നുമില്ല. അപ്പം കഴിക്കുന്ന ഓരോടെ ഇഷ്ടത്തിന് വായിക്ക് രുചി അനുസരിച്ച് തോന്നുന്നതായിരിക്കും. അതുകൊണ്ട് അതുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. എല്ലാവരും നല്ലോണം ഇഷ്ടമുള്ള സാധനങ്ങൾ വാരി വലിച്ച് തിന്ന് സുഖമായിട്ട് നല്ല വടിയെല്ലാം പിടിച്ചുകൊണ്ട് പ്രഭാഷണമെല്ലാം നടത്തി സുഖിച്ചിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അത് ഭൗതികവാദികൾ. ആത്മീയവാദിയാണെങ്കിൽ ഇതെല്ലാം കളഞ്ഞു കെട്ടിപ്പോവുക, അതൊക്കെ ആത്മീയമുണ്ട്. മറ്റേതെല്ലാം ഭൗതികമാണ്. പേര് ആത്മീയെന്നും പറഞ്ഞുകൊണ്ട് ആ വഴിയിലൂടെ ജീവിക്കുന്നു എന്ന് മാത്രം. എൻ്റെ 18 പറയുകയാണ് മൈത്രേയൻ. അപ്പം ധ്രുവന് ഇതെല്ലാം ശംഖ് തൊട്ടപ്പോഴാണ് ഈ ബുദ്ധിയെല്ലാം വന്നത്. എന്നിട്ട് ധ്രുവനാൽ ഇപ്രകാരം സ്തോത്രം ചെയ്യപ്പെട്ടപ്പോൾ അവനെ അഭിനന്ദിച്ച ശേഷം വിഷ്ണു ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. 19 നിന്റെ മനസ്സിലുള്ള സങ്കല്പത്തെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിന്റെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയാം. നിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നീ ഇവിടെ ഒരവഗണനയിൽപ്പെട്ടതാണ്, എനിക്കൊരു സ്ഥാനം കിട്ടണം അല്ലേ? അതാണ് നിന്റെ ആഗ്രഹം. അല്ലാതെ എനിക്ക് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടണമെന്നല്ല. ദുഷ്പ്രാപ്യമെങ്കിൽ അത് പ്രാപിക്കുവാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. എങ്കിലും ഞാൻ സാധിപ്പിച്ച് തരാം. അതുകൊണ്ട് ഇദ്ദേഹം തപസ്സയിൽ ഇങ്ങനെ നേടിയെന്ന് പറഞ്ഞ് നമ്മളൊന്നും അങ്ങോട്ട് പോയേക്കരുത്. ഇതല്ല കിട്ടുന്ന കാര്യമൊന്നുമല്ല. ഇവന് മാത്രം കൊടുത്താണ് സ്പെഷ്യലായിട്ട് ആർക്കത്തിൽ പറയുകയാണ്. കാരണം പ്രപഞ്ച സൃഷ്ടി അടക്കുമ്പോൾ ഒരിക്കൽ മാത്രമേ അതാണ്
അന്നേരം മാത്രമേ അത് ഉണ്ടാവുന്നുള്ളൂ ആ സ്ഥാനം. ഇത് ഗ്രഹമാണ്. ധ്രുവഗ്രഹത്തെ പറ്റിയാണ് ധ്രുവൻ എന്നൊരു ഗ്രഹമുണ്ടല്ലോ, അതിനെ പറ്റിയാണ് പറയുന്നത്. കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നതിനെ ഉള്ളൂ. ഇനി 20-21 യാതൊന്നും മറ്റാരാളും സാധിച്ചിട്ടില്ലയോ, മറ്റാർക്കും ഇത് സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ധ്രുവന്റെ ആകാശത്തിലെ ധ്രുവ നക്ഷത്രം എത്രയേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ആർക്കും ഇത് സാധിച്ചില്ല, ഇവന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. വേറെ ആരും അതിന് മെനക്കെട്ടിട്ട് കാര്യമില്ല. അതെപ്പോഴാണ് ആ സൃഷ്ടി സമയത്താണ്. യാതൊന്നിൽ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അടങ്ങുന്ന ജ്യോതിർഗോളങ്ങളുടെ രാശി ചക്രവും, ഈ രാശിചക്രത്തിലുള്ള എല്ലാ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം എങ്ങനെയാണുള്ളത്? കുറ്റിയിൽ കെട്ടിയ കാളക്കൂട്ടം പോലെ ചുറ്റിത്തിരിഞ്ഞുവോ. അപ്പോൾ ഒരു കുറ്റിയിൽ കെട്ടിയ പോലെ നമുക്കറിയാം, സൂര്യൻ എന്ന കുറ്റിയിൽ കെട്ടിയിട്ട് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സൂര്യൻ. ഇങ്ങനെ ആകാശത്തിൽ കുറേ സൂര്യന്മാരുണ്ട്, അതിലാണ് നക്ഷത്രങ്ങൾ. അത് ആ കുറ്റികളിലും കുറേ എന്തുണ്ട്, കാളകളെ കെട്ടിയ മാതിരി കുറേ ഗ്രഹങ്ങൾ ഇങ്ങനെ ഓർബിറ്റിൽ ചുറ്റിക്കൊണ്ടെല്ലാം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ സ്ഥിതി ചെയ്യുന്നുവോ. യാതൊന്നിനെ ധർമ്മദേവനും ശുക്രനും കശ്യപൻ മുനിമാരും നക്ഷത്ര സമാന രൂപങ്ങളായി വലയം ചെയ്ത് ചുറ്റിക്കൊണ്ട് സഞ്ചരിക്കുന്നുവോ, ആ ചുറ്റലിനെ അനുസരിച്ചിട്ടാണ് ഇന്ദ്രനും ശുക്രനും കശ്യപനും ഋഷികളും നമ്മളും എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആകാശത്ത് കിടന്ന ഗ്രഹങ്ങൾ കറങ്ങുന്നതനുസരിച്ചാണ് നമ്മളും ലോകത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ ഗ്രഹങ്ങളുടെ ചുറ്റുമായിട്ട് ബന്ധിപ്പിച്ചിട്ട്, നമ്മളെ നാഡികളിലൂടെ ബന്ധിപ്പിച്ചിട്ടാണ് നമ്മളെ കൊണ്ട് ഈ ലോകത്തിൽ. അതുകൊണ്ടാണ് കശ്യപനും മുനിമാരും നക്ഷത്ര സമാനമായിട്ട് ഇവരെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യനും ഗ്രഹങ്ങളും ചുറ്റുന്നതനുസരിച്ച് ഭൂമിയിലുള്ള ചരാചരങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയ്ക്കെല്ലാം അപ്പുറമുള്ള പ്രകാശ സമാനമായ ശാശ്വത നിവാരണസ്ഥാനമായ ആ ഉന്നത സ്ഥാനമാണ് എനിക്ക് തരാൻ പോകുന്നത്, എനിക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ധ്രുവ നക്ഷത്രം നമുക്ക് എപ്പോഴും ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് ആയിട്ട് ഉത്തര ധ്രുവത്തിൽ നിൽക്കുന്നതായിട്ട് കാണാം. മറ്റെല്ലാം കറങ്ങുന്ന മാതിരിയാണെങ്കിലും ഇതെപ്പോഴും നമ്മൾ ഒരേ സ്ഥലത്താണ് ഉള്ളത്. കാരണം ധ്രുവ നക്ഷത്രം എവിടെയുണ്ടോ അതേതാണോ വടക്ക് ദിക്കുന്നോ എന്തോ ദിക്ക് വെച്ചിട്ട് നമുക്ക് പറയാം, അതെപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ സൂര്യനെ വെച്ചിട്ട് വടക്കാണോ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നോക്കുമ്പോൾ സൂര്യ വടക്കൊന്നും ഇരിക്കില്ല. ചന്ദ്രനെ വെച്ചിട്ട് നമുക്ക് വടക്കും തെക്കൊന്നും തീരുമാനിക്കാം. ചന്ദ്രൻ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, നക്ഷത്രങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എപ്പോഴും വടക്കേതാണ്, തെക്കേതാണ്, കിഴക്കേതാണ്, പടിഞ്ഞാറേതാണ്, അല്ലെങ്കിൽ ഉത്തര ധ്രുവം ഏതാണ്, ദക്ഷിണ ധ്രുവം ഏതാണ്, ഇങ്ങനെ ധ്രുവങ്ങളെയെല്ലാം തീരുമാനിക്കണ്ടെങ്കിൽ മാറാതെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഭാസം ഈ ധ്രുവ നക്ഷത്രം തന്നെയാണ്. അതുകൊണ്ടാണ് ധ്രുവൻ എന്ന് പേര് വന്നത്. അപ്പം അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ ഒരു കുറ്റി അടിച്ചിട്ട്, എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു കുറ്റി അടിച്ചിട്ട് അത് വടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആ കുറ്റി അവിടെ നിന്ന് മാറിപ്പോകുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാറ് മുമ്പിൽ ഒരു കാറ് കിടക്കുന്നില്ല, ആ കാറുള്ള സ്ഥലമാണ് വടക്ക് എന്ന് ചിന്തിക്കുക എന്ന് വെച്ചോ. കുറേ കഴിയുമ്പോൾ കാറ് എടുത്തിട്ട് കുറേ ദൂരെ കൊണ്ടിട്ട് നമ്മളെന്ത് വിചാരിക്കും, വടക്കങ്ങോട്ടാണ്. അങ്ങനെ മാറാത്ത നമുക്ക് ധ്രുവം കണക്കാക്കാൻ, ധ്രുവങ്ങൾ അല്ലെങ്കിൽ ദിക്കുകളെ കണക്കാക്കാൻ പറ്റുന്ന തരത്തിൽ സ്ഥിരമായി, നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി എപ്പോഴും നിൽക്കുന്ന ഒരു സംഗതിയാണ് ധ്രുവ നക്ഷത്രം. അതുകൊണ്ട് അതിന് മറ്റുള്ളവയെ എല്ലാം അപേക്ഷിച്ചിട്ട് വലിയ മഹത്വമാണ് കൊടുത്തിരിക്കുന്നത്. അതില്ലെങ്കിൽ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ആ ധ്രുവന്റെ പ്രാധാന്യം എത്രയാണ്, അത്രയും ഉന്നതമായ ഒരു സ്ഥാനത്താണ്
ധ്രുവന് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പ്രാധാന്യം വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥയെല്ലാം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി 22. ഇനി 22 പറയാണ്, ഭൂമി വിട്ട് അച്ഛൻ വനത്തിലേക്ക് പോയതിന് ശേഷം, പിന്നെ അച്ഛൻ വനത്തിൽ കാട്ടിൽ വനവാസത്തിൽ എന്തെന്നാണ് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, പിന്നെ വാനപ്രസ്ഥം. അച്ഛൻ വാനപ്രസ്ഥത്തിന് പോകും. അങ്ങനെ വാനപ്രസ്ഥത്തിന് പോയതിന് ശേഷം നീ ധർമ്മത്തെ അവലംബിച്ചുകൊണ്ട് നീ ഭരിക്കുന്ന നീതിമാനായി തന്നെയാണ്, അപ്പോൾ നീതി പുലർത്തിക്കൊണ്ട് നീ അതിൻ്റെ സ്ഥാനത്തൊന്നും മാറില്ല, ഉറച്ചങ്ങനെ. അതുകൊണ്ടാണ് ധർമ്മത്തെ പാലിച്ചുകൊണ്ട്. അതൊരിക്കലും ആ ധ്രുവം എന്ന അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കില്ല. അത്രയും കൃത്യനിഷ്ഠയായിട്ട് അവിടെ നിൽക്കും. ധർമ്മത്തെ അവലംബിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്കൊട്ടും കോട്ടം വരാതെ. ഇത് ഭൗതിക കാര്യമാണ്. ഈ ഗ്രഹങ്ങൾ ഇതെല്ലാം പറയുന്ന കാര്യം എന്താണ്? മോഡേൺ സയൻസാണ്, ഭൗതിക കാര്യമാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക്, ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ സുഖത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് കോട്ടം തട്ടാതെ 36,000 സംവത്സരം രാജ്യം ഭരിക്കുന്നതാണ് പറയുന്നത്. 36,000 വർഷം. അത് കഴിയുമ്പോഴേക്ക് എല്ലാം പൊളിച്ചു കെട്ടിയിട്ട് സൗരയൂഥ സിസ്റ്റമെല്ലാം കൊണ്ടുപോയിട്ട് ചിലപ്പോൾ എന്തായി മാറും? ഒരു നക്ഷത്രന്മാരി ബ്ലാക്ക് ഹോളായിട്ട് മാറുന്നതായിരിക്കാം. ഇനി 23 എന്നിട്ട് പറയാണ്, നിന്റെ സഹോദരനായ മറ്റവനെ ഒന്ന് ഇടിച്ച് അയക്കണം. ഇവന് ഉയർന്നതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറയാണ്, നിന്റെ സഹോദരനായ ഉത്തമൻ നായാട്ടിൽ വെച്ച് വൃതിയടയും. നായാട്ട് അടക്കുമ്പോൾ മരിക്കും. അവൻ്റെ മാരാവ് സുരുചിയാകട്ടെ അവനെ അന്വേഷിച്ചിട്ട് കാട്ടിൽ ചെന്നാൽ അവിടെ വെച്ചിട്ട് കാട്ടുതീയിൽ മരിച്ചു പോകുമെന്ന് പറയാം. അപ്പോൾ അവരെല്ലാം നശിക്കും. നീ ഉന്നതനായിട്ട് എല്ലാ കാലത്തും അവിടെ ധ്രുവനക്ഷത്രം പോലെ ഇരിക്കും, ധ്രുവനക്ഷത്രമായിട്ട് ഇരിക്കും. എന്നിട്ട് 24 പറയാണ്, ധാരാളം ദക്ഷിണകളോടുകൂടി യജ്ഞം ചെയ്ത് ഈ ലോകത്തിലെ നല്ലവയായ എല്ലാ ആഗ്രഹങ്ങളെയും അനുഭവിച്ച ശേഷം. അപ്പം നീ ഭൗതിക ഗ്രഹത്തിലെ കാര്യമായത് കൊണ്ടാണ്, ഈ ഭൗതിക ലോകത്തിലെ കാര്യമായത് കൊണ്ടാണ് പറയുന്നത്, നീ ഭൗതിക സുഖങ്ങളെല്ലാം അനുഭവിച്ച ശേഷം അവസാന കാലം എന്നെ സ്മരിക്കും. അപ്പോൾ ഇതെല്ലാം ലോകം മുഴുവൻ ഒന്നിച്ചിട്ട് ബ്രഹ്മത്തിൽ ചേരുമല്ലോ. അപ്പോൾ ഇതും ആ കൂട്ടത്തിൽ എന്ത് പോകും? ബ്രഹ്മത്തിൽ. അതുവരെ ഇവൻ ഭൗതിക ലോകത്തിൽ ഇങ്ങനെ കിടക്കും. എന്നിട്ട് അവസാന കാലം വരുമ്പോൾ നീ എന്ത് ചെയ്യുക? എന്നെ സ്മരിക്കും. എന്നെ സ്മരിക്കുമ്പോഴേ എത്താം, അവിടെ ബ്രഹ്മത്തിൽ പോലെ ലയിക്കാം. അപ്പോൾ അതിനുശേഷം ഋഷിമണ്ഡലങ്ങളെക്കാട്ടും ഉയർന്ന എൻ്റെ സ്ഥാനത്ത് നീ ഗമിക്കുന്നതാണ്. 25 പറയാണ്. അപ്പം എന്നെ സ്മരിക്കുമ്പോൾ നീ പിന്നെ അവിടെ നിന്ന് പോയിട്ട് ഇവിടെ പോയി പിന്നെ തിരിച്ചു വരവില്ല, അവിടെ പോയി ബ്രഹ്മത്തിൽ പോയി ലയിക്കും. അതായത് ഇതെല്ലാം കത്തിയെരിയുമ്പോൾ ആ കൂട്ടത്തിൽ ധ്രുവനും കത്തിയെരിയും. അത് പോയിട്ട് ബ്രഹ്മത്തിൽ പോയി ഏതുപോലെയായിരിക്കാം ചിലപ്പോൾ ഈ ആകാശത്തിലെ ബ്ലാക്ക് ഹോൾ പോലെ ആകാം, നക്ഷത്രങ്ങൾ കത്തിയിരിക്കുന്ന അവസ്ഥയിൽ. 26 മൈത്രേയൻ പറയാണ്, ഇത്തരത്തിൽ ധ്രുവനെ അനുഗ്രഹിച്ച ശേഷം അവൻ നോക്കി നിൽക്കെ തന്നെ അദ്ദേഹം ഗരുഡ ചിഹ്നമായ ആ ഇതിൽ കയറിയിട്ട് തൻ്റെ ആവാസസ്ഥാനത്തേക്ക് തിരിച്ചുപോയി. 27 പറയാണ്, ധ്രുവനാകട്ടെ തൻ്റെ മനോഭിലാഷങ്ങൾ എല്ലാം സാധിച്ചിട്ട് കൂടി, തൻ്റെ എന്തിനു വേണ്ടിയാണോ അവൻ തപസ് ചെയ്തത് അതെല്ലാം സാധിച്ചു, എന്നിട്ട് കൂടി അധികം അസന്തുഷ്ടനായിട്ട് കാണപ്പെട്ടു. അവനൊരു സന്തോഷമൊന്നും ഉണ്ടായില്ല. എന്നിട്ട് സ്വന്തം നഗരത്തിലേക്ക് അവൻ യാത്ര തിരിച്ചു. തിരിച്ച് മറ്റേ അച്ഛൻ്റെ അടുത്തേക്ക് അമ്മേൻ്റെ എല്ലാം അടുത്തേക്ക് യാത്ര തിരിച്ചു. അപ്പം അവനൊരു സന്തോഷമില്ല. അവൻ്റെ ആഗ്രഹം സാധിച്ചു, പക്ഷേ അവനെന്തുകൊണ്ട് ഒരു സന്തോഷമില്ല. അപ്പം 28 ആര് പറഞ്ഞാണ്? മൈത്രേയൻ പറഞ്ഞതാണ്. അപ്പം ധ്രുവനോടാണ്, അല്ല വിതുരനോടാണല്ലോ പറയുന്നത്. അപ്പം 28 വിതുരൻ പറയുന്നു, മായാബാധിതന് അത്യന്തം ദുർലഭമായ മായയിലകപ്പെട്ടവനാണിവൻ ധ്രുവൻ. അതുകൊണ്ടാണ് ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം വന്നത്. മറ്റേ മടിയിലിരുത്താതെ അല്ല ദേഷ്യം വന്നതുകൊണ്ടാണ്, മായയിൽ അകപ്പെട്ടതുകൊണ്ടാണ്. അപ്പം മായാബാധിതനായി അത്യന്തം ദുർലഭമായ ശ്രീഹരിയുടെ സമ്പർക്കം. അപ്പം മായാബാധിതർക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്ന ഒരു പരിപാടി, മായയിലകപ്പെട്ട ഭൗതികവാദികൾക്ക് കിട്ടപ്പെടുന്നതല്ല ശ്രീഹരിയുടെ ദർശനം.
അത് വളരെ ദുർലഭമായ ആ ദർശനം നേടിയവനാണ് ഇവൻ. അപ്പൊ അത്രയും മഹത്വമുണ്ട് ഇവന്. അപ്പൊ അവൻ ഈ അതൃപ്തി ഉണ്ടായതിന് കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. കാരണം സാധാരണ ഭൗതികവാദികൾക്കൊന്നും ഇത് കിട്ടാൻ പോകുന്നില്ല. എന്നിട്ട് കൂടി അവന് കിട്ടുകയും ചെയ്തു ശ്രീഹരി. മറ്റുള്ളവർക്ക് പോലെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവർക്ക് പോലും കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് കുറേ യുഗങ്ങളിൽ ജനിച്ച് അങ്ങനെ നടക്കുമ്പോഴേ എപ്പോഴെങ്കിലും ചിലപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടുകയുള്ളൂ. ഇവന് ഭൗതിക ലോകത്തിലിരിക്കുന്ന ഇവന് കിട്ടിയിരിക്കുന്നു. എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് അതൃപ്തി ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ 29 മൈത്രേയൻ പറയുകയാണ്, സപത്നി മാതാവിൻ്റെ ഹൃദയത്തിൽ തറച്ച വാക്ക്, ഹൃദയത്തിൽ തറച്ച അവരിൽ നിന്നുണ്ടായ വാക്കുകൾ ഇവന്റെ ഹൃദയത്തിൽ തറച്ചതുകൊണ്ട് പീഡിതനായിരുന്ന ധ്രുവനാണ്. അവൻ തപസ് ചെയ്യാൻ പോയത് എന്തുകൊണ്ടാണ്? സപത്നി, മറ്റേ അമ്മ, അവരെ പരിഹാസ വാക്കുകൾ കേട്ടിട്ട് അവന്റെ ഹൃദയം തകർന്നിട്ട് ആകെ ദേഷ്യവും കോപമായിട്ട് പോയ കക്ഷിയാണ്. അവൻ പീഡിതനാണ്. ആ കാര്യം ഓർത്തുകൊണ്ടാണ് തപസ് ചെയ്തത്. അതുകൊണ്ട് അവൻ എന്തോ ഓർക്കാൻ പറ്റിയില്ല. എനിക്ക് മുക്തിയാണ്, മോക്ഷമാണ് വേണ്ടത്, ബ്രഹ്മസാക്ഷാത്കാരമാണ് വേണ്ടത് എന്നുള്ളത് ചിന്തിക്കാൻ പറ്റിയില്ല. അതിനാൽ പശ്ചാത്താപമുണ്ടായി. ഇപ്പം ഭാഗ്യയിരിക്കുന്നത് എന്താണ്? സാധാരണ എല്ലാവരും തപസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ബ്രഹ്മസാക്ഷാത്കാരം കേട്ടിട്ട് ഈ ലോകമേ വിട്ടു പോകാനാണ്. ഇവന്റെ ഭാഗ്യയിരിക്കുന്ന വരത് തന്നെയാണ് ഈ ലോകത്ത് തന്നെ വന്നിട്ട് അറിയിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ അതിന് കാരണം എന്താണ്? ആ പ്രതികാരദാഹം, എന്തോ ദേഷ്യം, സപത്നി മാതാവോടുള്ള ദേഷ്യം. അവരെ കാട്ടി നല്ല അവൻ്റെ മോനെ കാട്ടി നല്ല ഉയരത്തിലെത്തണം എന്നുള്ള ഒരു വാശിയിലെല്ലാം അവൻ തപസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അവൻ ആ ലോകത്ത് തന്നെ എത്തിച്ചേരാൻ പോകുന്നത്. ബ്രഹ്മസാക്ഷാത്കാരം കിട്ടി, ഇത്രയും നല്ലൊരു അവസരം ഉണ്ടായിട്ട് അത് കളഞ്ഞപ്പോൾ ഇപ്പോഴാണ് നോക്കുന്നത്, അയ്യോ ഞാൻ എന്താണ് ചോദിച്ചു പറഞ്ഞത്. എൻ്റെ 30 പറയാണ്, നിത്യ ബ്രഹ്മചാരികളായ, എപ്പോഴും ബ്രഹ്മചാര്യം, ഈ ലോകത്തിലെ കാര്യങ്ങൾ ഒന്നും കല്യാണമൊന്നും കഴിക്കാൻ നടക്കുന്ന നിത്യ ബ്രഹ്മചാരികളായ സനതാദികൾ പോലും ബഹുജന്മങ്ങളിലൂടെ അവയെല്ലാപ്പോഴും ലോകം നശിച്ചു, പിന്നെ ജനിക്കും, ഇവർ ജനിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ ജന്മങ്ങൾ എടുത്തിട്ടും, അങ്ങനെ കുറേ പ്രാവശ്യം എടുത്താൽ മാത്രമേ എന്ത് പറ്റുന്നുള്ളൂ? നിൻ തിരുവടിയുടെ മഹാത്മ്യത്തെ അറിയുന്നത്. അങ്ങനെ എത്രയോ കാലം കഴിഞ്ഞാലാണ് അവർക്ക് ഈ ശ്രീഹരിയുടെ മഹാത്മ്യം മനസ്സിലാകുന്നത്. എന്നാൽ അതെനിക്ക് 6 മാസത്തെ തപസ്സുകൊണ്ട് പ്രാപിച്ചിട്ടും ഭേദദൃഷ്ടിയായിട്ടാണ് നനച്ചു വരുന്നത്. എല്ലാത്തിനെയും പലതായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ 6 മാസം കൊണ്ട് എനിക്ക് ശ്രീഹരിയെ ദർശിക്കാൻ പറ്റിയിട്ട് എൻ്റെ ഭേദഭാവം മാറിയില്ല. എന്നെ സംബന്ധിച്ചോളം അവൻ കാണുമ്പോൾ അത് ക്രിസ്ത്യാനിയാണ്, ഇത് ഹിന്ദുവാണ്, ഇത് മറ്റേതാണ്, ഇത് ബ്രാഹ്മണനാണ്, ഇത് ക്ഷത്രിയനാണ്, ഇത് പട്ടിയാണ്, പൂച്ചയാണ്, ഇതെൻ്റെ ശത്രുവാണ്, ഇതെൻ്റെ മിത്രമാണ്. ഈ ചിന്തയിലുള്ള ലോകമാണ് അവൻ്റെ മനസ്സിലുള്ളത്. ഭേദങ്ങളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവന് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയില്ല. കഷ്ടം. 31 പറയാം, ഭയങ്കര കഷ്ടമായിപ്പോയി. ഭാഗ്യദോഷിയായ എൻ്റെ അജ്ഞത നോക്കുക. ഞാനെന്ത് മണ്ടനാണ് ഈ ദേഷ്യനെ വെച്ചിട്ട് ഈ ശ്രീഹരിനെ കിട്ടിയിട്ടും എനിക്ക് ഈ ഭൗതിക ലോകത്തിൽ ഈ സ്കൂളിലെല്ലാം പഠിപ്പിക്കുന്ന ധ്രുവൻ്റെ കഥയും മറ്റേ ആകാശത്തിലെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഭൗതിക മോഡേൺ സയൻസിൻ്റെ ഭാഗമായി നിൽക്കേണ്ട ഭാഗ്യമാണ്, അല്ല ഭാഗ്യത നിർഭാഗ്യമാണ് ഉണ്ടായിരിക്കുന്നത്. ആ പാദങ്ങളിലെ പ്രാപിച്ചിട്ട് നശ്വരമായതിനെയാണ് യാചിച്ചത്. ഞാൻ ആ ശ്രീഹരിനെ കിട്ടിയിട്ട് ചോദിച്ചെന്താണ്? നശ്വരമായ ഈ ജീവിതം നശിച്ചു പോകും. ഭൂമിയെല്ലാം കത്തി നശിക്കുമ്പോൾ ഈ പ്രപഞ്ചം നശിക്കുമ്പോൾ അതും കൊണ്ടേക്ക് കത്തി നശിക്കും. അത്ര കാലമേ ഉള്ളൂ. ആ ഒരു നശ്വരമായ ജീവിതമാണ് ഞാൻ യാചിച്ചത്. എന്നിട്ട് പറയാണ്, എന്നേക്കാൾ താഴ്ന്നവരായ ഈ ദേവന്മാരാലാണ് എൻ്റെ എന്തു പറ്റിയത്? എൻ്റെ ബുദ്ധി കെടുത്തപ്പെട്ടു. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അതിൻ്റെ പിന്നിലുള്ള ശക്തികളെയാണ് ദേവന്മാർ എന്ന് പറയുന്നത്. അത് ഈ പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ട ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്നത്.
അത് ധ്രുവനെ നിയന്ത്രിച്ചു. അപ്പൊ ആ ദേവന്മാരുടെ പ്രേരണ മൂലമാണ് എനിക്ക് ഈ ബുദ്ധിഭ്രമം സംഭവിച്ചത്. ഞാനും മായയിൽ അകപ്പെട്ടു പോയി. തന്നിമിത്തം അതുമൂലമാണ്. കാരണം എന്നെയും നിയന്ത്രിച്ചത് ആരാണ്? ഈ ഇന്ദ്രനും മറ്റുള്ളവരും എല്ലാം ഈ ദേവതകളാണ്. ബ്രഹ്മാവ്, വിഷ്ണു എല്ലാം തന്നെയാണ്. ബ്രഹ്മാവിന് എന്ത് വേണം? അങ്ങനെ ഒരു ധ്രുവ നക്ഷത്രത്തെ ആടെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന തന്നെയാണ്. അപ്പം ഇവരെയെല്ലാം കളിയിൽ പെട്ടുകൊണ്ടാണ് ഞാൻ എന്ത് പറ്റിയത്? ദുർബുദ്ധിയായ ഞാൻ യഥാർത്ഥ നാരദ വർജനത്തെ സ്വീകരിച്ചില്ല. നാരദം പറഞ്ഞു തന്നിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ സ്വീകരിക്കാൻ പോയില്ല. എന്നിട്ട് 33 സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവനെ പോലെ ഈശ്വരൻ്റെ മായയെ അവലംബിച്ച് സ്വപ്നത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ പോലെ ഞാൻ ഈശ്വരൻ്റെ മായയിൽ അകപ്പെട്ടുകൊണ്ടാണ് ഭേദഭാവത്തോടെ എല്ലാത്തിനെയും പലതായി കാണുന്ന, അത് അച്ഛൻ, ഇത് എൻ്റെ അമ്മ, ഇത് അച്ഛൻ്റെ രണ്ടാം ഭാര്യ, ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ഭേദഭാവത്തോടു കൂടിയാണ് പ്രപഞ്ചത്തെ ദർശിച്ചത്. എന്നിട്ട് രണ്ടാമതൊന്ന് വാസ്തവത്തിൽ ഇല്ലെങ്കിലും യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ആ നിലയിലായിരുന്നു കാണേണ്ടത്. എല്ലാത്തിലും ഒന്നായി കാണണം. അത് നാരദൻ ഉപദേശിച്ചിരുന്നു. എല്ലാത്തിനെയും ഒന്നായി കാണാൻ. എന്തായാലും നിന്റെ കാട്ടി ഉയർന്ന ഒരാളുണ്ടെങ്കിൽ നീ അതിൽ സന്തോഷിക്കണം. താഴെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നിനക്ക് സങ്കടം തോന്നണം. സമന്മാരാണെങ്കിൽ നല്ല മിത്രഭാവത്തെ കഴിയും. ഇങ്ങനെയെല്ലാം ഉപദേശിച്ചിരുന്നല്ലോ പണ്ട്. അപ്പോൾ അതെല്ലാം മറന്ന് എല്ലാം ഒന്നായിട്ട് കാണണം. ആ ഭാവത്തെ ആണ് എല്ലാവരെയും കാണേണ്ടതായിരുന്നു. സഹോദരൻ ശത്രുവാണെന്ന തോന്നലോടെ അത് മറന്നുകൊണ്ട് ഞാൻ സഹോദരനെ ശത്രുവായി കണ്ടുകൊണ്ട് ഹൃദയ പീഡയാൽ താപം അനുഭവിക്കുകയായിരുന്നു. എൻ്റെ ഉള്ളിലങ്ങനെ ദേഷ്യം കിടക്കുകയായിരുന്നു. ആ സഹോദരനാക്കാ മടിയിലിരിക്കുന്നു, എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത്. തപസ് ചെയ്യുമ്പോഴെങ്കിലും എല്ലാം ഒന്നായിട്ട് കണ്ടുകൊണ്ട് ചോദിക്കണമായിരുന്നു. എനിക്ക് ബ്രഹ്മസാക്ഷാത്കാരം മതി, ഇതെല്ലാം മിഥ്യയാണ് എന്ന തോന്നലുണ്ടായിട്ട്. പക്ഷേ എനിക്കത് ഉണ്ടായില്ല. പറയുന്നതിൻ്റെ അർത്ഥം ഈ ഭൗതിക ലോകത്തിലുള്ള പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ് ധ്രുവൻ. 34 എന്നാൽ ആവശ്യപ്പെട്ട ഈ തുച്ഛമായ വിഷയം ആയുസ് കുറഞ്ഞവൻ്റെ ചികിത്സ പോലെ നിഷ്പ്രഭമാണ്, നിഷ്ഫലമാണ്. ഒരു ആയുസ് കുറഞ്ഞ ഒരുത്തൻ ഇനി 10 ദിവസം ആയുസ് കൊടുത്ത് വെച്ചിട്ട് അവനെ ചികിത്സിച്ചിട്ട് വല്ല കാര്യമില്ല. അതുപോലെയാണ് എനിക്ക് കിട്ടിയ ഈ വരം. പ്രാപിക്കാൻ പ്രയാസമായ നിന്തിരുവരയെ തപസ്സിനാൽ പ്രാപിച്ചിട്ടും ഭാഗ്യശൂന്യനായ ഞാൻ സംസാര സുഖത്തെയാണല്ലോ ആശിച്ചത്. കിട്ടാൻ വളരെ പാടാണ് ശ്രീഹരി. എന്നിട്ടും അത് കിട്ടിയിട്ട് ഞാൻ ആവശ്യപ്പെട്ട എന്താണ്? ഈ സംസാരത്തിലെ സുഖത്തിന് വേണ്ടിയാണ് ചിന്തിച്ചത്. അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹമല്ലേ സാധിപ്പിച്ചു കൊടുത്തു. ഈ മനസ്സിലെന്താണ്? എനിക്ക് ഇവന്മാരെക്കാട്ടി നല്ല ഉയർത്താൻ നിലയിൽ എത്തണം. എന്നിട്ട് 35 പറയാണ്, ദരിദ്രൻ പുണ്യക്കുറവ് മൂലം. അപ്പോൾ ഒരു ദരിദ്രൻ പുണ്യത്തിൻ്റെ കുറവ് മൂലം ചക്രവർത്തിയുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കുന്ന എന്താണ്? ഭൂമി കലർന്ന അരി തരണം എന്നാണ് യാചിക്കുന്നത് പോലെ. ചോദിക്കുന്ന രാജാവോടാണ്. ചോദിക്കുന്നത് എന്താണ്? ദരിദ്രനാണ്. എനിക്ക് ഭൂമി കലർന്ന കുറച്ച് അരിയോ എന്തെങ്കിലും ധാന്യവും തരണം എന്ന് പറയുന്ന പോലെ ആത്മജ്ഞാനം നൽകുവാനുള്ള, ആത്മാനന്ദം നൽകുവാനുള്ള നിൻ തിരുവടിയിൽ നിന്നും ബുദ്ധിമോശം നിമിത്തം പ്രാപഞ്ചികമായ കാര്യങ്ങളാണ് ഞാൻ യാചിച്ചത്. കഷ്ടം. ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട മിഥ്യയായ ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇതിൻ്റെ 36 അതുകൊണ്ട് മൈത്രേയൻ വിതുരരോട് പറയാണ്, അങ്ങേപ്പോലുള്ളവർ വിതുരരോട് പറയാണ്, മുക്തിപ്രദമായ ഭഗവാന്റെ തേജസ്സിനെ സേവിക്കുന്ന അങ്ങെല്ലാം മുക്തിക്ക് വേണ്ടിയാണ് വിതുരരോട്. അങ്ങെല്ലാം സേവിക്കുന്ന എന്താണ്? വെറുതെ മുക്തിക്ക് വേണ്ടിയിട്ട് ഭഗവാനെ സേവിക്കുകയാണ്. അങ്ങയെപ്പോലെയുള്ളവർ ആഗ്രഹിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം ലഭിച്ച മനോഭിലാഷങ്ങളോട് കൂടിയവരായിത്തീരുന്നു. അങ്ങൊന്നും ഭഗവാൻ ആശ്രയിക്കുന്നു,
ഒന്നും ചോദിക്കുന്നില്ല, ചോദിക്കാതെ തന്നെ ആ ആവശ്യം സാധിപ്പിച്ച് കിട്ടുന്നുണ്ട്. അല്ലാതെ വേറൊന്നും അങ്ങ് ആഗ്രഹിക്കുന്നില്ല. ആ അവസ്ഥയിലേക്കല്ല ധ്രുവൻ എത്തിയത്. എന്നിട്ട് 37 ഉത്താനപാദ മഹാരാജാവ് മരിച്ചു പോയ ശേഷം തിരിച്ചു വന്നവനെ പോലെ. അപ്പൊ ഇവൻ വന്ന വാർത്ത ആരല്ലോ പറഞ്ഞു കേട്ടു. ഒരാൾ വന്ന് പറഞ്ഞു, ഇതാ മകനുള്ള തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഉത്താനപാദ രാജാവ് മരിച്ചു പോയ ശേഷം തിരിച്ചു വന്നവനെ പോലെ വന്നു നിൽക്കുന്ന പുത്രനെ കുറിച്ച് കേട്ടിട്ട് ഇവൻ പോയി മരിച്ചു, എവിടെയും പോയി മരിച്ചു പോയി എന്നല്ലാണ് കരുതിയത്. അപ്പോൾ ഈ പുത്രൻ വന്നു നിൽക്കുന്നു എന്ന് കേട്ടിട്ട് ഭാഗ്യദോഷിയായി എനിക്ക് എവിടുന്ന് അങ്ങനെ ഒരു ഭാഗ്യം? അയാൾ സ്വയം പറയുന്ന, ഞാൻ ഒരു ഭാഗ്യദോഷിയാണ്, അങ്ങനെയുള്ളൊരു ഭാഗ്യമൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല, പുത്രനൊന്നും വരാൻ പോകുന്നില്ല എന്ന ചിന്തയാൽ വിശ്വസിക്കില്ല. അപ്പം മനസ്സിലത് ആദ്യം വിശ്വസിച്ചില്ല. ചിന്തയിലായി എനിക്കടെ അതിനുള്ള ഭാഗ്യം, മകൻ തിരിച്ചു വരാൻ അതിനുള്ള ഭാഗ്യമൊന്നുമില്ല എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. പിന്നെ 38 നാരദ വചനം ഓർത്തിട്ട് അതിൽ വിശ്വസിച്ചിട്ട് സന്തോഷമുണ്ടായി. നാരദൻ എന്നാ പറഞ്ഞിട്ടുണ്ട് വരുമെന്ന്. അപ്പം സന്തോഷത്താലും വിവശനുമായിരുന്നു അദ്ദേഹം. എന്നാലും അതിൽ സംതൃപ്തനായി ആ വർത്തമാനം അറിയിച്ച വ്യക്തിക്ക് എന്ത് ചെയ്തു? നല്ലൊരു മാല എടുത്ത് ഉരിയങ്ങ് കൊടുത്തു. ഇത്രയും സന്തോഷത്താൽ 39-40 നല്ല കുതിരകളെ കൂട്ടിയ സ്വർണത്തിലാൽ അലങ്കരിച്ച, പിന്നെ ഇനി ഇങ്ങനെ രഥത്തിൻ്റെ എല്ലാം വർണ്ണനയാണ്, അത് വിട്ടുവിട്ടാണ് പറയുന്നത്. ബ്രാഹ്മണരും കുലവൃദ്ധന്മാര്, മന്ത്രിമാര്, ബന്ധുക്കൾ എന്നിവരുടെ അകമ്പടിയോടെയെല്ലാം കൂടിയിട്ട് ശബ്ദനാഥെല്ലാം മുഴക്കിക്കൊണ്ട് കുഴൽ വീടിച്ചുകൊണ്ട് അതിവേഗം പുത്രനെ ദർശിക്കുവാനുള്ള താല്പര്യത്തോടു കൂടി അവിടെ നഗരത്തിലേക്ക് പുറപ്പെട്ടു. ഇന്ന് 41 സുനീതിയും സുരീചിയും രണ്ടുപേരും സ്വർണ്ണാഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ട്, വസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും. സുരുചി രണ്ടുപേരും, ഒരാളല്ല. ഇപ്പം എല്ലാവരും ഒന്നായി. സുരുചിയും സുനീതിയും സ്വർണ്ണാഭരണങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് ഉത്തമനെയും മോനെയും കൂട്ടിയിട്ട് പല്ലക്കിൽ കയറി എതിരേറ്റു. 42-43 ഭാഷ്യോദ്യാനത്തിൻ്റെ പുറത്തുള്ള ഉദ്യാനത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആര് വരികയാണ്? ധ്രുവൻ വരികയാണ്. പുത്രനെ കണ്ടിട്ട് രാജാവ് അതിവേഗം തേരിൽ നിന്നും ഇറങ്ങി സ്നേഹത്തോടു കൂടി നിർവീഴ്പ്പെട്ടുകൊണ്ട് ശ്രീഹരിയുടെ പാദസ്പർശത്താൽ വേരറ്റതുപോയ സമസ്ത പാപങ്ങളെയും, ശ്രീഹരിയുടെ പാദസ്പർശത്താൽ വേരറ്റുപോയ സമസ്ത പാപ ബന്ധങ്ങളോടും കൂടിയ മകനെ. ശ്രീഹരിയെ ദർശിച്ചിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നുണ്ട്? വേരറ്റുപോയ സമസ്ത ബന്ധനങ്ങളോടും കൂടിയ മകനെ. അപ്പം മകൻ എന്തുണ്ടായിട്ടുണ്ട്? സമസ്ത പാപങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധനങ്ങളും എല്ലാം അർത്ഥം മുറിച്ചിട്ടാണ് വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ സുനീതിയോടും സുരുചിയോടും എന്തില്ല, അച്ഛനോടും ഉത്തമനോടും ഒന്നും ഒരു ദേഷ്യമില്ല. എല്ലാത്തിനെയും ഒരേപോലെ കാണാനുള്ള മാനസികാവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ പാപമെല്ലാം വിട്ടകന്നു. അതുമൂലമുള്ള ബന്ധനങ്ങളെ പറ്റിയുള്ള ചിന്തകളെല്ലാം വിട്ടറിഞ്ഞിട്ട് അങ്ങനെ വരുന്ന മകനെ രണ്ടും കൈകൊണ്ടും കെട്ടിപ്പിടിച്ചു. അപ്പം മകനെ ഇപ്പം ദേഷ്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒരുപോലെ, കാരണം ഇവരെല്ലാം ഓടിച്ചാ വരുന്നുണ്ട് മറ്റൊരുത്തി, എനിക്ക് പാല് വെച്ചാൽ മറ്റവരുടെ വരുന്ന മടിയിൽ തന്നെ കെട്ടി ഇവരെട്ട് രണ്ട് കൊടുക്കണം. ആ നിലയിലൊന്നും അല്ല വന്നത്. അതെല്ലാം ആ ചിന്തകളും ആ പാപചിന്തകളെല്ലാം ആ ബന്ധനങ്ങളും എല്ലാം അറുത്ത് മാറ്റിക്കൊണ്ടാണ് വന്നത്. അച്ഛനെന്ത് ചെയ്തു? മകനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ അനന്തരം 44 അനന്തരം നെറുകയിൽ തെളുതുരെ തുമ്പിച്ചു.
എന്നിട്ട് സർവ മനോരഥങ്ങളെല്ലാം സാധിപ്പിച്ച നിലയിൽ, കാരണം മകൻ തിരിച്ചു വന്നല്ലോ, അതിൽ അത്രയും സന്തോഷത്തോടു കൂടി ആ സന്തോഷ കണ്ണീരിങ്ങനെ ഒഴുകിയിട്ട് പുത്രനെ കുളിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത്രയും കണ്ണുനീരങ്ങ് ഒഴുകി എന്നാണ് പറയുന്നത്. പിന്നെ 45 ധ്രുവൻ എന്ത് ചെയ്തു? അച്ഛൻ്റെ പാദങ്ങളെ തൊട്ടു വണങ്ങി ആശീർവാദങ്ങൾ കൊണ്ട് സൽക്കരിക്കപ്പെട്ടവനായി പിന്നെ 2 അമ്മമാരെയും തലകുനിച്ച് നമസ്കരിച്ചു. 2 അമ്മമാരെ പോയിട്ട് തലകുനിച്ചിട്ട് നമസ്കരിച്ചു. അപ്പം 46 കാൽക്കൽ വീണ പുത്രൻ പോയിട്ട് കാൽക്കലും വീണു. ആര്? സുനീജിയുടെ കാൽക്കൽ വീണ പുത്രനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്ത് കണ്ണുനീരെല്ലാം തുടച്ചുകൊണ്ട് ഇടറിയ വാക്കുകളാൽ സുരുചി പറഞ്ഞു, നീണാൽ വാഴുക. എന്നിട്ട് ഇവിടെ ഒരു സത്യമാണ് പറയുന്നത് 47. ആ ശ്രീഹരി ആരുടെ നേരെ സംപ്രീതനാകുന്നു? കാലം അല്ലെ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ശക്തി ആരുടെ നേരെയാണോ സംപ്രീതനാകുന്നത് അയാളുടെ നേർക്ക് താണസ്ഥലത്തേക്ക് ജലം ഒഴുകുന്നത് പോലെ സർവ്വജീവജാലങ്ങളും അവിടത്തേക്ക് ഒഴുകി വരും. അതായത് നമ്മളെ ഒരാളെ ബഹുമാനിക്കണമെങ്കിൽ ശ്രീഹരിയുടെ നല്ല കാലത്ത് നമ്മളുടെ ആൾക്കാരെ ഗ്രഹങ്ങളാണ്, ശ്രീഹരിയാണ്, ഇതെല്ലാം ഓൾറെഡി തീരുമാനിച്ചാണ്. ഇന്ന കാലത്തിൽ ഇവന് സ്ഥാനം കൊടുക്കണം. അപ്പോൾ എല്ലാവരും നമ്മളെ കാൽക്കൽ വരും. ആഗ്രഹങ്ങൾ നല്ലതല്ല, അല്ലെങ്കിൽ കാലം നമുക്കെതിരാണെങ്കിൽ എല്ലാവരും നമുക്കിട്ട് പാരയും പണിയും. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി നിശ്ചയിച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം ഒരു നാടകത്തിലെ പോലെ നമ്മൾ അനുഭവിച്ച് തീർക്കുക. 48 പറയുകയാണ്, ഉത്താനപാദനും ധ്രുവനും പ്രേമപരവശനായിക്കൊണ്ട് തമ്മിൽ ശരീരം സ്പർശിച്ചപ്പോൾ, അടുത്തുപോയി സ്പർശിച്ചപ്പോൾ രോമാഞ്ചം പൂണ്ടു എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിലൂടെ കണ്ണിൽ നിന്നും തുടരെ 2 പേരെ കണ്ണിൽ നിന്നും വെള്ളമൊഴുകി, കണ്ണുനീരൊഴുകി. എന്നിട്ട് 49 സുനീതി ജീവനേക്കാളും പ്രിയനായ പുത്രനെ ആശ്ലേഷിച്ചിട്ട് അവൻ്റെ ശരീരത്തെ സ്പർശിച്ചപ്പോൾ എന്തുണ്ടായി? ആനന്ദാനുഭൂതി ഉണ്ടായി എന്ന് പറയുകയാണ്. എന്നിട്ട് അതോടുകൂടി അവളുടെ മനോവ്യഥയെല്ലാം തീർന്നു. 50 അവളുടെ കണ്ണുനീരിൽ നിന്നും മുതിർത്ത ജലധാര, അതേപോലെ തന്നെ കണ്ണിൽ നിന്ന് ഒഴിച്ച ജലധാരയാൽ അഭിഷേചനം ചെയ്യപ്പെട്ട് മുകളിൽ നിന്നും എന്തുപറ്റി? അവളുടെ മുലയിൽ നിന്നും പാലിങ്ങനെ ഒഴുകാൻ തുടങ്ങി എന്ന് പറയുകയാണ്. അപ്പം മാതൃസ്നേഹം കൂടുമ്പോൾ, കുട്ടികളാകുമ്പോഴും മാതൃസ്നേഹം കൊണ്ട് പാലിങ്ങനെ ചുരന്നു വരുമല്ലോ. ഇവനെ കണ്ടപ്പോൾ അവളുടെ മുലയിൽ നിന്ന് അത്രയും സ്നേഹം കൊണ്ട് പാല് പോലും ഒഴുകിക്കൊണ്ടിരുന്നു എന്നാണ് കവിഭാവന. അത് കണ്ടപ്പോൾ 51 ആളുകൾ ആ രാജ്ഞിയെ പുകഴ്ത്തിപ്പറഞ്ഞു. ഏറെ നാളായി വേർതിരിഞ്ഞു നിൽക്കുന്ന തൻ്റെ മകൻ വന്നിരിക്കുകയാണ്. അത് അമ്മയുടെ വലിയ ഭാഗ്യം തന്നെയാണ്. അവൻ ഭൂമണ്ഡലത്തെ രക്ഷിക്കുന്നവനാണ്. ഭൂമണ്ഡലത്തെ രക്ഷിക്കുന്നവനായിട്ട് അവൻ മാറിയിരിക്കുകയാണ്. അത് വലിയൊരു ഭാഗ്യമാണ് അമ്മക്ക്. യാതൊരു 52 യാതൊരുവൻ ജയിക്കാൻ പ്രയാസമായ മൃത്യുജീവനെ ചിരിക്കുന്നു. അവന് മൃത്യുവിൻ്റെ പിന്നെ ഇല്ല. ധ്രുവ നക്ഷത്രത്തിന് മൃത്യുവല്ല. നമ്മളെല്ലാം മരിക്കും. എപ്പോഴാണ്? എല്ലാവരും മരിക്കുന്ന എപ്പോഴാണ്? പ്രളയം നടക്കുമ്പോഴെല്ലാം മരിക്കുമല്ലോ. അപ്പം ധ്രുവനൊന്നും മരിക്കും. അത് മരണമായിട്ട് കാണില്ല. അതിലിടക്കുള്ളതാണ് മരണം. അല്ലാതെ എല്ലാം പോയിട്ട് ബ്രഹ്മത്തിലേക്കുമ്പോൾ പിന്നെ അത് സർവം മരണം, ഒന്നിച്ചുള്ള മരണം. അത് മാത്രമേ ആർക്കുള്ളൂ, ധ്രുവനും ഉള്ളൂ. അപ്പം ധ്രുവനെ മരണത്തെ പോലും മറികടന്നവനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവതിയെ എല്ലാവരും എന്ത് ചെയ്യും? ആരാധിക്കും. കാരണം മരണത്തെ പോലും മറികടന്ന ഒരു പുത്രനെയാണ് ഈ സ്ത്രീ പ്രസവിച്ചിരിക്കുന്നത്. 53 ഇപ്രകാരം ജനങ്ങളാൽ ആദരിക്കപ്പെട്ട സന്തോഷത്തോടുകൂടി രാജാവ് എന്ത് ചെയ്തു? സഹോദരനോടുകൂടി ആനപ്പുറത്തിരുത്തിയിട്ട് രാജധാനിയിലേക്ക് പ്രവേശിച്ചു. പിന്നെ വഴിക്കുള്ള അവനെ സ്വീകരിക്കാനുള്ള അലങ്കാരങ്ങളാലാണ്. അവിടെ അലങ്കരിക്കപ്പെട്ട തോരണങ്ങളാലും
വാഴക്കൊലകളെല്ലാം കെട്ടിയിട്ടുണ്ട്. പിന്നെ കവുങ്ങുകളെല്ലാം വെച്ച് ഇപ്പോഴും ആഘോഷിക്കുമ്പോഴെല്ലാം ഉത്സവം ഉണ്ടാകുമ്പോൾ ഈ കഴുകുന്നുകൾ കെട്ടി വെക്കുക, വാഴക്കൊല കെട്ടിക്കുക, അതെല്ലാം പൂമാല, വസ്ത്രം മുതലാവിയാലും വിളക്ക്, പൂർണ്ണകുംഭം മുതലാവിയാലും എല്ലാം പറയുന്നു. 56-57 അലങ്കരിച്ച മതിലുകളെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. സ്വർണ്ണമയമായ ഉപകരണങ്ങളെല്ലാം സ്വർണ്ണമയമാണ്. വിമാനത്തിൻ്റെ മൂക്കുമാതിരിയുള്ള വിമാനത്തിൻ്റെ മുൻവാശ പരിപാടിയുള്ള വീടുകളെല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഗോപുര ഗ്രഹങ്ങളെല്ലാം അങ്ങനെ അലങ്കരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് വിമാനത്തിൻ്റെ മുൻഭാഗം പോലെ. എല്ലാം സർവത്ര വസ്ത്രങ്ങളാലെല്ലാം അലങ്കരിച്ചിട്ട് ഐശ്വര്യപൂർണമായ ചന്ദനവെള്ളം തളിച്ചിട്ടുണ്ട്. പൂജാദ്രവ്യങ്ങളോടുകൂടിയെല്ലാം രാജധാനിയിലേക്ക്, അങ്ങനെയാണ് രാജധാനിയിലേക്ക് പ്രവേശിച്ചത്. എൻ്റെ 58-59 ആ സമയത്ത് പൗരസ്ത്രീകളെല്ലാം ധ്രുവനെ വാത്സല്യത്താൽ ആശീർവദിക്കുന്നു. പൂക്കൾ, പഴങ്ങളെല്ലാം വർഷിച്ചു. അവരുടെ അവരുടെ പാട്ടുപാടിക്കൊണ്ടെല്ലാം വന്നിരിക്കുന്നത്. അങ്ങനെയാണ് അവൻ അച്ഛൻ്റെ കൊട്ടാരത്തിലേക്ക് ധ്രുവൻ പ്രവേശിച്ചത്. എന്നിട്ട് 60 അപ്പോഴവനെ കണ്ടപ്പോൾ, ആ കൊട്ടാരത്തിൽ കണ്ടപ്പോൾ ആകാശത്തിൽ സ്വർഗത്തിലെ ദേവന്മാരെ പോലെയാണ് ആ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ആ കൊട്ടാരത്തിൽ അപ്പോൾ അവനെ കാണുന്നവർക്ക് തോന്നിയത്. അപ്പം അവിടെ ശയ്യകൾ, ആനക്കൊമ്പുകളാൽ തീർത്ത കട്ടിലുകൾ, സ്വർണത്തിൽ അലങ്കരിച്ച പല ഉപകരണങ്ങൾ, സ്വർണത്തിൽ നിർമ്മിച്ച പലതരം സാധനങ്ങളെല്ലാം, ഗൃഹമെല്ലാം അലങ്കരിച്ചിരിക്കുന്ന സ്വർണ്ണമെല്ലാം വെച്ചുകൊണ്ടാണ്. 62 പറയുന്നു സ്ഫടികം കൊണ്ട് നിർമ്മിച്ച ഭിത്തികൾ, ഭരതക കല്ലുകളെല്ലാം പതിച്ച തളങ്ങളുണ്ട്. സുന്ദര രമണികൾ അവിടെ കൊണ്ടിയെല്ലാം വിളക്കെല്ലായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കളകളെ ശബ്ദം, വൃക്ഷങ്ങളെ കൊണ്ട് വൃക്ഷങ്ങളെല്ലാം നിബിഡമായ ഉപവനങ്ങളെല്ലാം അവിടെയുണ്ട്. 64 പറയുന്ന തടാകങ്ങൾ, താമരപ്പൊയ്കളെല്ലാം, അരയന്നങ്ങളെല്ലാം നടക്കുന്ന കുളക്കോടികളും ചക്രവാക പക്ഷികളെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട പൊയ്കകളും അത് ഇതുമെല്ലാം അതിൻ്റെ അടുത്തുണ്ട്. എന്നിട്ട് 65 പറയുന്നു ഉത്താനപാദൻ പുത്രനെ പറ്റിയുള്ള ആ മഹിമകൾ അവിടെയുള്ളവരെല്ലാം വർണ്ണിക്കുന്നത്, പുത്രനെ പറ്റിയിട്ട് വളരെ നല്ലത് പറയുന്നത് കേട്ടിട്ട് അധികമായ വിസ്മയത്തെ പ്രാപിച്ചു എന്ന് പറയുകയാണ്. ഉത്താനപാദം അവനെ പറ്റി ജനങ്ങളെല്ലാം പുകഴ്ത്തുന്ന കേട്ടപ്പോൾ ആകെ അന്തപ്പെട്ട് നിന്നാണ് പറയുന്നത്. എന്നിട്ട് 66 പറയുന്നു രാജാവ് ധ്രുവനോടുള്ള ആ പ്രജകളുടെ സ്നേഹമെല്ലാം മനസ്സിലാക്കിയിട്ട് ആ ഭൂമിയുടെ നായകനായിട്ട് അവനെ അവിടെ ഏറ്റവും മുകളിൽ കാണുന്നുണ്ടല്ലോ ആകാശത്തിൽ പ്രതിഷ്ഠിച്ചു, വാഴിച്ചു. എന്നിട്ട് 67 രാജൻ തൻ്റെ ആയുസ്സെല്ലാം വൃദ്ധനായതായിട്ട് കണ്ടിട്ട്, വയസ്സെല്ലാം ചിന്തിച്ചപ്പോൾ വൃദ്ധനായിരിക്കുകയാണ്. അതുകൊണ്ട് അയാൾക്ക് എന്തുണ്ടായി? വിരക്തി ഉണ്ടായി. ഇനി ആത്മാവിൻ്റെ ഉദ്ഗതിയെ ചിന്തിച്ചുകൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കണം എന്ന ചിന്തയോടുകൂടി തപോവനത്തിലേക്ക്, അങ്ങേൻ്റെ രാജ്യവും വിട്ടിട്ട് തപോവനത്തിലേക്ക് പോയി. അങ്ങനെ ധ്രുവന് നല്ലൊരു സ്ഥാനം അവിടെ നമ്മളുടെ പ്രപഞ്ച എന്നാണ് ഘടനയിൽ സൗരയൂഥ സിസ്റ്റത്തിൻ്റെ എല്ലാം മുകളിൽ ഒരു പ്രത്യേക സ്ഥാനം, സ്ഥിരമായ ഒരു സ്ഥാനത്ത് ധ്രുവ നക്ഷത്രം അങ്ങനെ ഷൈൻ ചെയ്യുകയാണ്.